നമസ്കാരം. ഷെക്കൈന ഡിബേറ്റിലേക്ക് സ്വാഗതം. ഒന്നാം പിണറായി സർക്കാരിന്റെ സ്ഥാനാരോഹണ ദിവസം സംസ്ഥാനത്തെ ഓരോ സർക്കാർ ജീവനക്കാരോടുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ഒരു നിർദ്ദേശമുണ്ട്. ഓരോ ഫയലും ഓരോ ജീവിതമാണ്, അത് വെച്ച് താമസിപ്പിക്കരുത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ കാലത്താകട്ടെ സർക്കാരിന്റെ പിടിപ്പുകേടും ഉദ്യോഗസ്ഥരുടെ അലംഭാവവും കൊണ്ട് ഫയലുകളും പരാതികളും ഓരോ സർക്കാർ ഓഫീസുകളിലും കെട്ടിക്കിടക്കുന്നു. അവയെല്ലാം പരിഹരിക്കപ്പെടാനും പുതിയ പരാതികളിൽ നടപടിയെടുക്കാനും ഒപ്പം കേരളത്തിന്റെ വികസനത്തിനും എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നവകേരള സദസ്സ് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ അതോ പാർട്ടിക്കും സർക്കാരിനും വേണ്ടിയോ? കടമ മറക്കുന്ന പ്രതിപക്ഷത്തിന്റെ റോളിൽ റോബിൻ ബസിനും മറിയക്കുട്ടി ചേടത്തിക്കും ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സ്വീകാര്യത സർക്കാരിനോടുള്ള പൊതുജനത്തിന്റെ അമർഷവും ശക്തമായ പ്രതിഷേധത്തിന്റെ പ്രതീകവുമാകുമ്പോൾ ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നവകേരളം ഇപ്പോൾ മറിയക്കുട്ടിയും റോബിൻ ബസുമോ? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മിഥുൻ വിജയകുമാർ, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് മനു ജെ വാരപ്പള്ളി. മൂന്ന് പേർക്കും സ്വാഗതം. ശ്രീ ടി ദേവപ്രസാദ്, ഈ നവകേരള സദസ്സ്, ഈ അവരുടെ യാത്ര, ഇതിനെയൊക്കെ വാസ്തവത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം, പാർട്ടിക്കാരല്ല സാധാരണക്കാരായ പൊതുസമൂഹം ഏറെക്കുറെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ മന്ത്രി ബാലൻ ഈ യാത്ര തുടങ്ങിയ ദിവസം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, മന്ത്രിമാർ സഞ്ചരിക്കുന്ന ഈ വാഹനം ഒരു മ്യൂസിയമായി തീരുമെന്ന്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അറം പറ്റാനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങളുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ സാക്ഷരതയെക്കുറിച്ച് നമ്മൾ സംശയിക്കരുത്. പിണറായി സർക്കാർ അവരുടെ വളരെ വികൃതമായ ഒരു മുഖം മറച്ചു വയ്ക്കുന്നതിന് വളരെ ആരവങ്ങളോടെ നടത്തുന്ന ഒരു പബ്ലിക് റിലേഷൻസ് പരിപാടിയാണ് കേരള സദസ് എന്ന് എല്ലാവർക്കും അറിയാം. അതിന് അവർക്ക് അവകാശമുണ്ടെങ്കിലും അത് സർക്കാർ ചെലവിൽ നടത്തുന്നതിൽ ജനങ്ങൾക്ക്, പാർട്ടിക്കാരല്ലാത്തവർക്ക് അമർഷമുണ്ട്. ഒരുപക്ഷെ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ഒരു വൈഭവമാണ്, കഴിവാണ് എന്നൊക്കെ അവർ അവകാശപ്പെട്ടേക്കാം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഈ പാർട്ടി പരിപൂർണമായ ഒരു പാർട്ടി അടിമകളല്ലാത്ത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ ലക്ഷ്യവും ഒക്കെ വളരെ കൃത്യമാണ്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഏത് ആരവം നടന്നു പോയാലും കടന്നു പോകുന്നത് പോലെ കടന്നു പോകുന്നു. കുറെ പേര് വഴിവെക്കി പോയി നിൽക്കും കാണാൻ, അതൊന്നും സംശയമൊന്നുമില്ല. വഴിവെക്കി പോയ ആള് കൂടി നിൽക്കുന്നതൊന്നും അതിനോടുള്ള ഒരു ആദരവ് കൊണ്ടൊന്നുമല്ല. ഏത് പേജൻട്രി, ഏത് ഘോഷയാത്ര കടന്നു പോയാലും ആൾക്കാർ കാണാൻ പോയി നിൽക്കും. പിന്നെ ഇതിപ്പോ ഒരു പുതിയ ബസ്സാണ്. ഈ ബസ്സിനൊക്കെ മാധ്യമങ്ങൾ വലിയ പ്രചാരമൊക്കെ നൽകിയത് കൊണ്ട് അതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ആൾക്കാർക്ക് താല്പര്യം കാണും. അതിനൊന്നും പിന്നെ വലിയ ഒരു ജനങ്ങളുടെ സാമാന്യ താല്പര്യം എന്നുള്ളതിനപ്പുറം ഒന്നുമില്ല. അപ്പം ഇത് ഒരു രാഷ്ട്രീയ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനപിന്തുണ അല്ലെങ്കിൽ അവർക്കുള്ള പബ്ലിക് ഇമേജ് രണ്ടാണ്. എങ്കിലും ആ ഒരു പൊതുസമൂഹത്തിലുള്ളവരുടെ സ്വീകാര്യതയെ സംബന്ധിച്ച് അവർക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ടാവും. കാരണം അവർ വാഗ്ദാനം ചെയ്ത് കടന്നു വന്നിരിക്കുന്ന ഒന്നും അവർക്ക് നിറവേറ്റാൻ സാധിക്കുന്നില്ല. അതിന് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം, കേന്ദ്രത്തെ കുറ്റം പറയാന്നുള്ളത് ഏത് ഗവൺമെന്റിനുള്ള ഒരു മാർഗമാണ്. അത് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു മാർഗം എന്നുള്ളതിനപ്പുറം ഒന്നും ഞങ്ങൾ കരുതുന്നില്ല. പിന്നെ ഇതിന്റെ വാസ്തവത്തിൽ ആദ്യമായിട്ടൊരു നവകേരള മാർച്ച് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയത് 2009 അന്ന് പിണറായി വിജയൻ തന്നെയാണ് ഈ നവകേരള മാർച്ച് നടത്തി. ഇപ്പൊ ഇതിന്റെ നവകേരള സദസ് എന്നോ മറ്റേ അതിന്റെ പേര്, അല്ലെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ മാർച്ചിന്റെ അതേ അന്ന് 2000 വാസ്തവത്തിൽ മാധ്യമങ്ങൾ മറന്നുപോയിട്ടാണെന്ന് അറിയത്തില്ല. 2009 മാർച്ചിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. 2009 മാർച്ചിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹവും അന്നത്തെ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ സംഘർഷത്തിന്റെ അന്തരീക്ഷവും, തിരുവനന്തപുരത്ത് വന്നപ്പോൾ തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ വി.എസ്. അച്യുതാനന്ദൻ പങ്കെടുക്കുമോ എന്നുള്ള ആശങ്കയും,
അത് കഴിഞ്ഞിട്ട് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പാണ് അദ്ദേഹം നടത്തിയത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം 16-4 ജനാധിപത്യ മുന്നണിക്ക് 16 സീറ്റും ഇടതു മുന്നണിക്ക് 4 സീറ്റുമാണ് കിട്ടിയത്. അന്ന് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് പിന്നെ വി എസ് അച്യുതാനന്ദനോട് ഇടതു മുന്നണി ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് വോട്ട് കൂടുതൽ കിട്ടുന്നവർ ജയിക്കുമെന്ന് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞിട്ട് പത്രക്കാർ പ്രതികരണം കാണാൻ ചെന്നപ്പോഴും അദ്ദേഹം കുറെ നേരം പത്രക്കാരുടെ മുമ്പിൽ ഇരുന്ന് ചിരിച്ചു. അപ്പൊ പിണറായി നടത്തിയ ഒരു റാലിയോട് അന്ന് അതായിരുന്നു അവരുടെ പാർട്ടി പോലും ഉണ്ടായിരുന്ന ശക്തമായ ഒരു വിഭാഗത്തിനുണ്ടായിരുന്ന ഒരു സമീപനം. ഇപ്പൊ അത് തന്നെ ആവർത്തിക്കുന്നു. അതിനിപ്പോ നവകേരള മാർച്ച് എന്നുള്ളതിന് പകരം നവകേരള സദസ്സെന്നോ മറ്റേ ഒരു പേര് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഘടകകക്ഷികളിലെ കുറെ പാവം മന്ത്രിമാർ, അവരുടെ ഇപ്പോഴത്തെ ഒരു മന്ത്രിസഭയുടെ രൂപം കണ്ടാൽ നമുക്കറിയാം. പിന്നെ മുഖ്യമന്ത്രി പറയുന്നതിന് എതിരായിട്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ചൂണ്ടിക്കാണിക്കാൻ ആർക്കും ഒരു ധൈര്യം ഉള്ളതുപോലെ നമ്മൾ തോന്നുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ യാത്രയുടെ 2ാം ദിവസം പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ അതിർത്തി വെച്ച് അതിന് നേരെ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചു. യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചത് അവരുടെ പാർട്ടി പറയുന്ന അങ്ങനെ ഒരു പരിപാടിക്ക് അവർ പ്ലാൻ ഇട്ടിരുന്നില്ല. ഇവിടെ ജനാധിപത്യ മുന്നണിയോ കോൺഗ്രസോ അങ്ങനെ ഈ റാലിയെ പിന്നെ തടസ്സപ്പെടുത്തണമെന്നോ കരിങ്കൊടി കാണിക്കണമെന്നോ ഒരു പരിപാടി ഇട്ടിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹപ്രവർത്തകരായ അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാരെ പിന്നെ കരുതൽ തടങ്കൽ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ പ്രതിഷേധിച്ചാണ് അവര് കരിങ്കൊടി കാണിക്കാൻ ചെയ്തത്. ആ കരിങ്കൊടി കാണിക്കാൻ ചെന്ന പിന്നെ കോൺഗ്രസ്സുകാരോട് 5 യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഉണ്ടായിരുന്നത്. ആ യൂത്ത് കോൺഗ്രസ്സുകാരോട് എങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കാർ പെരുമാറിയെന്നൊക്കെ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിലിരുന്ന് കണ്ടെന്നാണ് പറഞ്ഞു. പക്ഷെ ചിലപ്പോൾ അകലെ ഇരുന്ന് കണ്ടു കാണും. കാരണം അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാണ് അവരുടെ വണ്ടി അതിലേക്ക് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പോലെ അല്ലല്ലോ അവിടെ സംഭവിച്ചത്. അവിടെ സംഭവിച്ചത് പിന്നെ പൂച്ചട്ടി എടുത്ത് ഇടിക്കുക, പിന്നെ ഹെൽമെറ്റ് കൊണ്ട് ഇടിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്ന കാണുമ്പോൾ, ഒരു ആക്രമണം നടത്തുന്ന കാണുമ്പോൾ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് മാറ്റോ ലാത്തി ചാർജ് നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഡിവൈഎഫ്ഐക്കാർ മുഖ്യമന്ത്രിയുടെ ഭാഷയില് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ്, ജീവൻ രക്ഷാപ്രവർത്തനമാണ്. അല്ല, ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം സ്വയം പരിഹാസ്യനാവുന്നെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ലേ എന്നുള്ളതാണ്. ഇത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പോലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. പിറ്റേ ദിവസം ചില മന്ത്രിമാർക്കൊക്കെ പറയേണ്ടി വന്നു. CPIയുടെ രാജൻ പറഞ്ഞു മുഖ്യമന്ത്രി അങ്ങനെ കലാപത്തിന് ആഹ്വാനം ചെയ്തില്ല. അതുപോലെ അവരുടെ MP രാജേഷ് തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി ഒരു ട്രോൾ ലൈനിൽ പറഞ്ഞതാണ്, ഭാഷയെ പറഞ്ഞതാണ് എന്നൊക്കെ പറയേണ്ടി വന്നു. കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായില്ല എന്ന് അവർക്കൊരു ബോധ്യമുണ്ടായി. എന്നിട്ട് പോലും മറ്റ് ഘടകകക്ഷികളൊന്നും ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പോലും വേണ്ടിയല്ല മുഖ്യമന്ത്രി പറയരുതായിരുന്നു. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഇതൊരു മാതൃകാപരമായ പ്രവൃത്തിയാണ്, അത് തുടരണമെന്നൊക്കെ. വലിയൊരു ആപത്തുണ്ടാക്കാവുന്ന, ഇപ്പം കോൺഗ്രസ്സുകാർ അത് കേട്ട് പിന്നെ സമരം നിർത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും കരുതാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ കോൺഗ്രസ്സുകാർ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ, കാരണം ഇങ്ങനെ പറഞ്ഞതിന്റെ ഒരു ആവേശത്തിനും എല്ലാം ചെയ്താൽ, അങ്ങനെയൊക്കെ ആവേശം ചെയ്യാന്ന് പറഞ്ഞ സമരമോ കരിങ്കൊടി പ്രയോഗമോ ഒക്കെ കാണിച്ചാൽ അത് ക്ഷണിച്ചു വരുത്തുന്നത് പോലെ നമുക്ക് തോന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പം മുഖ്യമന്ത്രി പോലെ ഈ കേരള സദസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, കേരള യാത്ര കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് സാധാരണക്കാരുടെ മനസ്സിൽ സംശയങ്ങളായി. അവിടെ ഒരു പിന്നെ യുവാക്കൾ തമ്മിൽ, ഭരണകക്ഷത്തെയും പ്രതിപക്ഷത്തെയും യുവാക്കൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കരുതാത്താണ് ഒരു മുഖ്യമന്ത്രി. കാരണം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ന്യായീകരിക്കുകയാണ് പിന്നീട് കൂടെയുള്ള മന്ത്രിമാരൊക്കെ ചെയ്യുന്നത്. അല്ല, എല്ലാരും ന്യായീകരിച്ചില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ട്രോളാണ്, പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ മന്ത്രിമാരുണ്ട്. കുറെ കൂടുതൽ ആകെപ്പാടെ അതിനെ ന്യായീകരിച്ച് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്ന രാജീവ് മാത്രമാണ്. P. രാജീവ്, എറണാകുളത്തെ മന്ത്രി. അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളൊക്കെ കണ്ടതല്ലേ, അദ്ദേഹം കണ്ടതല്ലേ എന്നുള്ളതിനകത്ത് തന്നെയുള്ള ഒരു സത്യം ഉണ്ടല്ലോ. കാരണം നമ്മളൊക്കെ കണ്ടതാണല്ലോ, അല്ലെങ്കിൽ ഈ ചാനലിൽ ഫോളോ ചെയ്യുന്നവർ കണ്ടതാണല്ലോ. ഇവരുടെ ഈ സംഘർഷം കഴിഞ്ഞ് കുറെ കഴിഞ്ഞാണ് അവരുടെ വണ്ടി കയ്യിലേ വരുന്നത്. അപ്പൊ അവർ അകലെ ഇരുന്ന് കണ്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വണ്ടിയിലില്ല, നമ്മൾ സ്ഥലത്തില്ല. നമ്മൾ ഈ ചാനലിൽ കാണുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ ഇവർ ഈ സത്യം പറയുന്നത്, അല്ലെങ്കിൽ പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ പറയാം പത്രക്കാര് തെറ്റിപ്പറിച്ച അല്ലെങ്കിൽ നുണ പറഞ്ഞതാ, ഞങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ട് എഴുതി. ഇപ്പൊ നമ്മൾ കാണുമല്ലേ സംഭവങ്ങൾ. അപ്പൊ ഈ സംഭവം കഴിഞ്ഞ് എത്രയോന്ന് പറഞ്ഞാൽ
കുറെ കഴിഞ്ഞാണല്ലോ മറ്റേ വണ്ടികളൊക്കെ വരുന്നത്. ആദ്യത്തെ വണ്ടി കടന്നു പോയപ്പോൾ തന്നെ ഇവര് കരിങ്കൊടി കാണിച്ചു, കരിങ്കൊടി കാണിച്ചവരെ ശരിക്കും കൈകാര്യം ചെയ്തതൊക്കെ മുഖ്യമന്ത്രി അങ്ങനെ ആഗ്രഹിച്ചില്ല എന്നൊക്കെ നമുക്കറിയത്തില്ല. നമ്മളിപ്പം അദ്ദേഹത്തിന്റെ എന്തായിരുന്നു, പക്ഷെ നമുക്കങ്ങനെ വ്യാഖ്യാനിക്കാതെ വയ്യ. കാരണം ഒരു CPM ലൈനിലൊക്കെ ആവുമ്പോൾ സംഘർഷവും സംഘടനവും ഒക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ള ഒരു പിന്നെ പാർട്ടി വളർത്തൽ രീതി എന്നുള്ളത് കൊണ്ട്. കാരണം ഈ സംഘർഷത്തിലൊക്കെ പെട്ടുപോകുന്നവര് പിന്നെ ഒരിക്കലും അവരുടെ പാർട്ടിയിൽ നിന്ന് പോയല്ലോ, പിന്നെ കേസായി. അതിന്റെ പുറം ഇപ്പം പിന്നെ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് 5 പേരെ അറസ്റ്റ് ചെയ്തില്ലേ? മുഖ്യമന്ത്രി മാതൃകാ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ അതെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? അതൊക്കെ അതെ നമ്മൾ എന്താ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പത്രക്കാരനായതുകൊണ്ട് ബാക്കിയുള്ളവരെക്കാൾ വലിയ ആളൊന്നും അല്ലല്ലോ. നമ്മളൊരു സാധാരണക്കാരനല്ലേ. നമ്മൾ എന്താ ഇതിന്ന് മനസ്സിലാക്കുന്നത്? മുഖ്യമന്ത്രി മാതൃകാ പ്രവർത്തനം എന്ന് പറഞ്ഞതിന് പോലീസ് അറസ്റ്റ് ചെയ്തു. അതിപ്പോ കത്തോലിക്ക സഭയിലെ രക്തസാക്ഷികളൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു ഒരു 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 ശത്രുക്കൾ പറയുന്നു, അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നത് തെറ്റാണെന്ന് പിന്നെ കരുതുന്നവരങ്ങനെ ചെയ്തു, അത് നമ്മൾ മാതൃകാ പ്രവർത്തനം എന്ന് പറയുന്നത് അവരെ കൊല്ലുന്നു, അതൊക്കെ അത് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പിന്നെ തുടക്കത്തിൽ തന്നെ ഇത് ഒരു ആസൂത്രണം ചെയ്യാതെ തന്നെ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു സംഭവം. അതേ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പിന്നിപ്പം ഇവരുടെ കേരള യാത്ര തിരുവനന്തപുരത്ത് 24-ാം തീയതി സമാപിച്ചു കഴിഞ്ഞാലും മുഖ്യമന്ത്രിയുടെ ഈ ആഹ്വാനം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായല്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഇത്തരമുള്ള പ്രതിച്ഛായകളൊന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. പ്രതിച്ഛായയിൽ ഒരു വലിയ കളങ്കമായിട്ട് തന്നെ കിടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മുഖ്യമന്ത്രി ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘർഷത്തെ ഒരു മാതൃകാപരമായ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കരുതായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രവർത്തനം മാറി. പിന്നെ ഇപ്പം ഈ UDFന്റെ പിന്നെ 2009 കേരള മാർച്ചിന്റെ ഒരു അതേ വാക്ക് തന്നെ എടുത്തിരിക്കുന്നല്ലോ എന്നൊക്കെയാണ് നമ്മളെ പക്ഷത്തില് നമ്മുടെ പൊളിറ്റിക്കൽ മെമ്മറി ഷോർട്ട് ലീവ്ഡ് എന്നൊക്കെ പറയുന്നല്ലേ. ഈ രാഷ്ട്രീയ ഓർമ്മ നിൽക്കുന്ന ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോലും ഞാൻ കേട്ടില്ല. 2009 പിണറായിയുടെ കേരള മാർച്ച് കേരളം മുഴുവൻ നടന്ന ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ മന്ത്രിമാരാന്നേ ഉള്ളൂ. അന്ന് അവരുടെ പാർട്ടി തിരഞ്ഞെടുത്ത കുറെ പേര് ഇങ്ങനെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ആ യാത്രകളുടെ ഇടയിലൊക്കെ ഉള്ള വിവാദങ്ങളും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഉണ്ടായത് കാരണം ഈ VS ആയിട്ടുള്ള വിവാദം ആയതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള വിവാദങ്ങളൊക്കെ മുങ്ങിപ്പോയി അതിനകത്ത്. അന്നും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ നാവ് അദ്ദേഹത്തെ വല്ലാതെ കുടുക്കിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പിന്നെ അവിടെ താമരശ്ശേരിയിൽ പോയി അവിടുത്തെ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത്. പിന്നെ കൊല്ലത്തെ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ MP NK പ്രേമചന്ദ്രനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെയുള്ള ചാനലിലൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷ പരസ്യമായി ഉപയോഗിച്ചു. ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ അവരുടെ പാർട്ടി സമ്മേളനം കോട്ടയത്ത് നടന്നപ്പോൾ അതിനകത്ത് ഈ VSന്റെ ഗ്രൂപ്പുകാര് മുദ്രാവാക്യം മുഴക്കിയപ്പോഴത്തേനും കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കുന്നൊക്കെ പറഞ്ഞ് മൈക്കിലൂടെ വിളിച്ചു പറയുന്ന പിണറായിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പിണറായിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ശരി പറയാം. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു മീറ്റിംഗ് ആണെങ്കിൽ കോൺഗ്രസ്സുകാർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തെ പോലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തനം നടത്താൻ അർത്ഥമുണ്ട്. അതിനെ പ്രവർത്തനം നടത്തുമ്പോൾ അവരുടെ സംവിധാനം അനുസരിച്ച് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ അവരാരെ എതിർക്കുന്ന അവരെ കുറ്റം പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണല്ലോ നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഗവൺമെന്റ് ഒരു പരിപാടി നടത്തുമ്പോൾ, ഇതിപ്പോ മന്ത്രിമാര് സർക്കാർ ചിലൊരു പരിപാടി നടത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു കരിങ്കൊടി പ്രകടനം നടത്താൻ ആർക്കും, ഈ സർക്കാരിനെ എതിർക്കുന്ന ആർക്കും അതിന് അവകാശമുണ്ട്. അവരെന്നെ കരിങ്കൊടി നടത്തി അവരങ്ങ് മുമ്പോട്ട് പോയാൽ പോരെ. അല്ല ഇപ്പൊ കരിങ്കൊടി നടത്തുന്നവരെ തല്ലിയിട്ട് അവിടെ ഒരു സീൻ ഉണ്ടാക്കാന്നല്ല എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പൊ ഇതിനകത്തൊരു വിവേക കുറവോ ഒരു രാഷ്ട്രീയ പക്വത കുറവോ ഒക്കെ ഉണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും സംസാരത്തിലും ഒക്കെ നമ്മളിപ്പം കാര്യം ഇത്രയും പ്രായമൊക്കെ ആയ ആളാണെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ വാച്ച് ചെയ്ത് ഇപ്പൊ 1969 ആദ്യമായി കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ കേസിലെ പ്രതിയാണ് അദ്ദേഹം. അതൊക്കെ ഇപ്പം വീണ്ടും ചർച്ചാ വിഷയമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ സുരക്ഷയെക്കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിന്റെ വാഴപ്പാടി രവി അങ്ങനെ ഉണ്ടാണ് ഒരു RSS പ്രവർത്തകന്റെ കേസിൽ. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ജനം TV-യിൽ വന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു ഉന്മേഷ് എന്ന് പറഞ്ഞ ഒരാൾ പിണറായി വിജയൻ കോടാലി കൊണ്ട് വെട്ടുന്ന ഞാൻ കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇയാളെ വെട്ടുന്ന കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് പോലെ അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് അത് പറയുന്നത് ശരിയാണോ എന്നുള്ളതിനെ കുറിച്ചായിരിക്കും കേരളം ചിന്തിക്കുക. അല്ലാതെ ഇടതുപക്ഷത്തിന്റെ നേതാവ് അങ്ങനെയൊക്കെ പറഞ്ഞു ബാക്കിയുള്ളവരും പറഞ്ഞോണം ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറയുന്നിടം കൊണ്ട് തീരുവുള്ളല്ലോ എന്നുള്ളൊരു അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇതൊക്കെ എത്രയോ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എത്തിയല്ല. ഇപ്പം സുധാകരൻ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു യാത്ര ഇങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയല്ല
ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെയൊക്കെ പറയാം. ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറെ പരിമിതികൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരൊക്കെ അങ്ങനെ കാണിച്ചിട്ടുമുണ്ട്. കാരണം VS അച്യുതാനന്ദൻ പോലും പിന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മസംയമനം പാലിച്ചിട്ടുണ്ട്. അതില്ലാത്ത ഒരു പ്രതികരണം മുഖ്യമന്ത്രി ഉണ്ടായി എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. അത് തന്നെ അവരെന്തെല്ലാം ആഗ്രഹിച്ചാലും ഈ കേരള സദസ്സോ കേരള യാത്രയോ എന്തായാലും അതിന്റെ ഒരു ശോഭ കെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ കുറെ പിണറായിയുടെ അണിയറ പ്രവർത്തകർ മിടുക്കന്മാരാണ്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 2019 18 പ്രളയം കഴിഞ്ഞപ്പോഴേക്കും റീബിൽഡ് കേരള എന്ന് പറഞ്ഞൊരു വലിയ ഭയങ്കര പ്രോജക്റ്റ്. എന്താ ഈ 5 വർഷം കഴിഞ്ഞ് 23 ഇതുവരെ ഈ റീബിൽഡ് കേരള എന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കറിയത്തില്ല എന്താ റീബിൽഡ് കേരള എന്ന്. കേരളത്തിലെ വഴികൾ അന്നത്തേലും മോശമായിട്ട്, ഞാൻ യാത്ര ചെയ്യുന്ന വഴികളെല്ലാം അന്നത്തേലും മോശമായിട്ടാണ് കിടക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും തിരുവനന്തപുരം സിറ്റി പോലും വഴികളുടെ സ്ഥിതി വളരെ മോശമാണ്. ഇപ്പൊ തിരുവനന്തപുരം സിറ്റിയിൽ തിരുവനന്തപുരത്ത് ഇന്നലെ പെട്ടെന്നൊരു മഴ പെയ്തു. ഇപ്പൊ എല്ലാം പിണറായിയുടെ കുറ്റമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, പല കാരണങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഇവിടുത്തെ ഒരു വലിയ പ്രമുഖ ഹോസ്പിറ്റലിന്റെ 1ാം നില വരെ മുങ്ങിപ്പോയില്ലേ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു നാടിന്റെ പൊതുജീവിതത്തിൽ വന്നിരിക്കുന്ന നവകേരള അല്ലെ റീബിൽഡ് കേരള എന്നൊക്കെ പറയുന്നത്. അപ്പം പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? നമ്മുടെ ഇപ്പൊ പിണറായി സർക്കാരിന്റെ 2ാം പിണറായി സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പൊ 6 ക്ഷേമ പെൻഷനുകൾ നിന്ന് പോയി കൊടുക്കാനുണ്ട്. അല്ല, 4 ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ട്. 1 കൊടുത്തു. ഈ സർക്കാർ പെൻഷൻ പോലെയല്ല സർക്കാരിന്റെ ശമ്പള വർധന. ഇപ്പം ജീവനക്കാർക്ക് 6 ഗഡു കൂടുതൽ കൊടുക്കാനുണ്ട്, ക്ഷാമ ബത്ത ഗഡു കൊടുക്കാനുണ്ട്. അതുപോലെയൊന്നും അല്ല ഈ പാവപ്പെട്ട പെൻഷന്റെ ആൾക്കാർ. ഇവർക്ക് ഈ 1600 രൂപ വരുമാനമുള്ളൂ. ഈ ജീവനക്കാർക്ക് ക്ഷാമബത്ത ഗഡു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ശമ്പളം ഉണ്ട്, അവർക്ക് ജീവിച്ചു പോകാനുള്ള ശമ്പളമൊക്കെ ഉണ്ട്. ഈ പാവങ്ങൾക്ക് അതില്ല. ഈ 1600 രൂപയെ അവർക്കുള്ളൂ. ഈ 1600 രൂപ അത് ബാലഗോപാൽ പറഞ്ഞ പോലെ സത്യമാണ്. കേരളത്തിൽ ഏതാണ്ട് 72 ലക്ഷത്തോളം പേർക്ക് ഇത് കൊടുക്കുന്നുണ്ട്. 72 ലക്ഷം പേർക്ക് കൊടുക്കണേണ്ട 9,900 കോടി രൂപ ഒരു മാസം വേണം. ഒരു വർഷം 10,000 കോടി രൂപ വേണം ഇങ്ങനെ കൊടുക്കണമെങ്കിൽ. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും കൊടുക്കാൻ സാധിക്കാത്തവർ ഇത്തരം വലിയ ആഡംബരങ്ങളൊക്കെ നടത്തുമ്പോൾ ജനം എന്താ നവകേരളം എന്ന് പറഞ്ഞാൽ, എന്താണ് റീബിൽഡ് കേരള എന്ന് പറഞ്ഞത്? ഈ റീബിൽഡ് കേരളം, നവകേരളം എന്നൊക്കെ പറയുന്ന ഈ PR വർക്കുകളാണ് വാസ്തവത്തിൽ. അതെ, അതായത് അണിയറ പ്രവർത്തകർ പറയുന്ന കുറെ നല്ല വാക്കുകൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ട്. പക്ഷെ ഇതിനകത്ത് ഒരു ഇതെന്നാന്ന് ചോദിച്ചാൽ, ഇത് രാഷ്ട്രീയ ഒരു സർക്കാർ പരിപാടിക്ക് മാർക്സിസ്റ്റ് പാർട്ടി 2009 നടത്തിയ ഒരു പരിപാടിയുടെ തന്നെ പേര് കൊടുത്തത് തന്നെ ഒരു ഉചിതമായില്ല. ഇപ്പം അത് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ഉചിതമായില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അല്ല, അതുകൊണ്ട് തന്നെ ഇത് ഈ സർക്കാരിന്റെ ഒരു പരിപാടി എന്നതിനപ്പുറത്ത് ഇതൊരു പാർട്ടി പരിപാടി ആയിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. ഞാൻ തിരിച്ചു വരാം. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ എപ്പോഴും നമ്മുടെ മന്ത്രിമാര്, പ്രത്യേകിച്ച് നമ്മുടെ ധനകാര്യമന്ത്രിയൊക്കെ എപ്പോഴും പറയുന്നത് കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നില്ല, അവർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അതാണ് കേരളത്തിലെ ക്ഷേമ പദ്ധതികളൊക്കെ മുടങ്ങി പോകുവാനായിട്ട്, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാൻ, വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കാൻ, ഇതിനൊക്കെ സാധിക്കാതെ പോകുന്നത് കേന്ദ്രത്തിന്റെ ഇങ്ങനെയുള്ള സമീപനം കൊണ്ടാണെന്നാണ് സർക്കാർ പറയുന്നത്. അത് ശരിയാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ട്രീറ്റ്മെന്റ് നടത്താൻ ഫണ്ടിന് പ്രശ്നമില്ല. കേരളീയം പരിപാടി ഓർഗനൈസ് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല. നവകേരള സദസ്സ് പോലുള്ള ധൂർത്ത് നടത്താനുള്ള ബസ് വാങ്ങുക, അല്ലെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിനൊന്നും ഫണ്ടിന് വേണ്ടി ഒരു പ്രശ്നമില്ല. ഈ ജനക്ഷേമ പദ്ധതികളുടെ കാര്യം പറഞ്ഞാൽ മാത്രം കേന്ദ്രം തരുന്നില്ല എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിവിസിബിൾ പൂൾ എന്നുള്ള റവന്യൂവിന്റെ വിഹിതം കൃത്യമായിട്ട് കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യം പറയുമ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ കേരളം ആവശ്യപ്പെട്ടത് 521.95 കോടി രൂപയാണ്. അത് കേന്ദ്രം കൊടുത്തത് 602.14 കോടി രൂപ. അപ്പൊ ഇതൊക്കെ പാർലമെന്റിൽ ഇതിന്റെയൊക്കെ കണക്കുണ്ട്. പിന്നെ 2ാം ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള കണക്ക് പോലും കേരളം ഇതുവരെ കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല. അപ്പോ ഈ പറഞ്ഞ 10,000 കോടിയുടെ കണക്കൊക്കെ അവിടെ ഇരിക്കട്ടെ, 1 രൂപ പോലും ആവശ്യപ്പെട്ടുകൊണ്ട് 2ാം ഘട്ടത്തിന് വേണ്ടിയുള്ള കണക്ക് കേരളം കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോ എപ്പോഴും കേന്ദ്രത്തിനെയും കൂടെ കേന്ദ്രത്തിന്റെ തലയിലേക്ക് ആ കുറ്റം മാറ്റി വെക്കുകയും എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അത് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എടുത്ത് അങ്ങ് കവർ ചെയ്യുകയും ചെയ്യുമ്പോൾ ജനങ്ങളിലേക്ക് യഥാർത്ഥ ഇഷ്യൂ എന്തുകൊണ്ടോ എത്താനുള്ളൊരു ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്. പക്ഷെ അതിപ്പോ നടക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ഇപ്പം മറിയക്കുട്ടി അമ്മയുടെ പ്രശ്നം നമ്മളെല്ലാം കണ്ടു.
അതില് ആ ഇഷ്യൂ പുറത്തു വന്നപ്പോ തന്നെ ഈ ഈ പാർട്ടി ചെയ്തൊരു കാര്യം എന്താണ്, അവരുടെ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി കൊടുത്ത വാർത്ത എന്താണ്, ഇവർക്ക് എന്താ പറയാ ഏക്കർ കണക്കിന് സ്വത്തുണ്ട്, വിദേശത്ത് മകളുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടൊരു വാർത്ത കൊടുക്കുന്നു. അത് ഇവരുടെ പാർട്ടി സർക്കിളിൽ മൊത്തം, അതായത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തന്നെ എന്താ പറയാ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് ഇവർ കരുതി. പക്ഷെ അവിടെ മറിയക്കുട്ടി അമ്മ തിരിച്ചടിച്ചു. അത് വലിയൊരു വിഷയമായി മാറി. ദേശാഭിമാനി മാപ്പ് പറഞ്ഞു. അപ്പോ നമ്മള് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളം ജനങ്ങളെ എന്താ പറയാ ജനദ്രോഹപരമായിട്ടുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു സർക്കാർ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും അല്ലെങ്കിൽ ഈ ശ്രദ്ധ തിരിച്ചു വിടാനും വേണ്ടിയിട്ടുള്ള ചില വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നതാണ് ഈ കാണുന്ന കേരളീയം അല്ലെങ്കിൽ ഈ നവകേരള സദസ്സ്. ഇതൊക്കെ ഈ കേരളീയം പരിപാടി അതിനുവേണ്ടി ചെലവഴിച്ച 27 കോടി രൂപ. ഇവിടെ KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ എന്താ പറയാ ഇപ്പോഴും 35 കോടി രൂപ വേണം അവർക്ക് ശമ്പളം കൊടുത്തു തീർക്കാൻ. അപ്പൊ അതൊന്നും നമ്മളെ സംബന്ധിച്ച വിഷയമല്ല. പക്ഷെ ഇവിടെ നമ്മൾ ദൂരത്തിന് വേണ്ടിയിട്ടും എന്താ പറയാ ചില അനാവശ്യമായിട്ടുള്ള പല PR ആക്ടിവിറ്റീസും നടത്തുന്നു. ഇവരുടെ ഒരു ഇമേജ് ക്ലീനപ്പിന് വേണ്ടിയിട്ട്, ഒരു റെപ്യൂട്ടേഷൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയാം. അപ്പോ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വലിയ വലിയ പരിപാടികൾ ഏർപ്പാടാക്കുക. അതിലേക്ക് ജനങ്ങളെ എന്താ പറയാ ഒരു നിർബന്ധപരമായിട്ട് അതിൽ പങ്കെടുക്കണം എന്ന രീതിയിൽ. ഇപ്പം നോക്കൂ, പല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, കുടുംബശ്രീ ഗ്രൂപ്പുകളിലൊക്കെ അവർ എന്തുകൊണ്ടും പങ്കെടുത്തുകൊള്ളണം എന്ന ഒരു ആവശ്യമാണ് പല പാർട്ടി മെമ്പർമാരൊക്കെ പറയുന്നത്. വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ വേറെ. വ്യാപാരികളാണെങ്കിൽ ഈ ബസ് പോകുന്ന സ്ഥലത്തൂടെ ഒക്കെ എന്താ പറയാ ഇല്ലുമിനേഷൻ പിടിപ്പിക്കണം. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു സംവിധാനം അവർക്ക് ഇവിടെ ഉണ്ട്. ജനങ്ങളെ പേടിപ്പെടുത്തി, അല്ലെങ്കിൽ ഈ ചില രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ എന്താ പറയാ നിർബന്ധപരമായിട്ടുള്ള സൈനിക സേവനം, അതുപോലുള്ള ഒരു കാര്യമാണ് ഈ നവകേരള സദസ്സ്. അതിലേക്ക് കാണുന്ന ഈ ആളുകളുടെ ഒഴുക്ക് കണ്ടിട്ട് ഞെട്ടേണ്ട ആവശ്യമില്ല. കാരണം അത് ആളുകളെ പേടിപ്പെടുത്തിയും അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയും കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഈ സർക്കാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ശരിക്കും അറിയാവുന്ന ജനങ്ങളാണ്. ഇതിനെക്കുറിച്ച് എന്താ പറയാ തീർച്ചയായും വലിയൊരു രീതിയിൽ നമുക്കൊക്കെ തന്നെ മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഇവര് ഇങ്ങനെയുള്ള ധൂർത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഒന്ന് റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് ആണ്, മറ്റൊന്ന് ഇവർക്ക് ഇവരുടെ എന്താ പറയുക മറ്റു പാർട്ടി സംവിധാനങ്ങളെ വളർത്തിയെടുക്കാനും പാർട്ടിക്ക് കുറച്ചുകൂടെ എന്താ പറയാ എനർജി പകരാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത്. അപ്പൊ അതിനൊരു ഗവൺമെന്റ് സ്ട്രക്ചറിനെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കരുത് എന്നാണ് ഇവർ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഈ പറയുന്ന എന്താ പറയുക നമ്മുടെ കേരളത്തിന്റെ കടബാധ്യത, ഇതിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കേരളം അത്രയും കടത്തിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയാണ്. സപ്ലൈകോനെ ഇവിടെ ആന്ധ്രയിലും തമിഴ്നാടിലും കർണാടകത്തിലും ഒക്കെ ഉള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളുള്ളത്. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി 700ഓളം കോടി അവിടെ നമുക്ക് അടച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പല ഡിസ്ട്രിബ്യൂട്ടർമാരും അന്യ സംസ്ഥാനത്തുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാണ്. അപ്പോ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളപ്പോഴാണ് നമ്മൾ ഈ എന്താ പറയാ PR ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവർക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയും ജനവിരുദ്ധരായി പോയത് എന്നത് ഒരു പക്ഷേ നമുക്കൊരു വലിയ അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, ശ്രീ അഡ്വക്കേറ്റ് മനു വാരപ്പള്ളി, ഈ ദിവസങ്ങളിൽ ഈ റോബിൻ ബസിനും അടിമാലിയിലെ മറിയക്കുട്ടി ചേട്ടത്തിക്കും ഒക്കെ ലഭിക്കുന്ന ആ വലിയ ജനപിന്തുണ, വാസ്തവത്തിൽ അവരോടുള്ള സ്നേഹം എന്നതിന് അപ്പുറത്ത് ഈ സർക്കാരിനോടുള്ള ഒരു വലിയ എതിർപ്പാണ് നമ്മൾ അതിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. ഈ ജനസമ്പർക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഈ സദസ്സുകളൊക്കെ നടത്തുമ്പോൾ പൗരപ്രമുഖന്മാരുമായിട്ടുള്ള ഒരു സമ്പർക്കം മാത്രം നടത്തിയാണ് നമ്മൾ കാണുന്നത്. ജനങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നേരിട്ടുള്ള സമ്പർക്കം നടത്തി നമ്മളോട്ട് കാണുന്നുമില്ല. വാസ്തവത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഈ സർക്കാരിൽ നിന്ന് ശരിക്കും അകന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രതീകം കൂടെയല്ലേ ഈ സദസ്സുകളൊക്കെ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അടിസ്ഥാന ജനകീയ പ്രശ്നങ്ങളിൽ മറയ്ക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തങ്ങളുടെ കഴിവേടുകൾ മറയ്ക്കുവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിന്റെ പേരിൽ നടത്തുന്ന ഒന്നായിട്ട് മാത്രമേ ഇതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് റോബിൻ ബസിന്റെ ഉടമയും അതോടൊപ്പം തന്നെ മറിയിച്ചെടുത്തിയേക്കിയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ദീർഘവീക്ഷണമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങൾ,
അത് ഇന്ന പാർട്ടി എന്ന് പറയുന്നില്ല. കേരളത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് നേരെയുള്ള ചൂണ്ടുപലക കൂടിയാണ് ഇപ്പോൾ റോബിൻ ബെസ്റ്റിന്റെ ഉടമയ്ക്കും മറിയച്ചെടുത്തിക്കുമൊക്കെ കിട്ടുന്ന ഈ സ്വാഗതം അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് എന്ന് കരുതേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ യുവജനങ്ങൾ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വെമ്പുകയാണ്. അവർക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കുവാനായിട്ട് ഭരണ നേതൃത്വങ്ങൾക്കോ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ സാധിക്കുന്നില്ല. അവർക്കായിട്ട് ജോലിക്കായിട്ട് ഒരു സാധ്യത ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോഴത്തേക്കിനാണ് ഒരു വ്യവസായം തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു ബസ് ഉടമയ്ക്ക് എതിരെ സർക്കാർ വൈരാഗികരമായ രീതിയിൽ എന്ന പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. സാമാന്യം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനം ആ കൂട്ടത്തിൽ നിൽക്കും എന്നത് ഉറപ്പാണ്. ജനത്തിന്റെ ശബ്ദം കേൾക്കാതെ കേരളീയത്തിനും നവകേരള യാത്രയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെലവുകൾ നടത്തുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ മറിയച്ചേടുത്തിക്ക് വേണ്ടിയിട്ട് മുടക്കുവാനായിട്ട് കാശില്ല എന്ന് വരുമ്പോൾ ആ പ്രശ്നം ജനം ഏറ്റെടുക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇത് പക്ഷേ ഇത് പ്രതിഷേധം മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തോടുള്ള ഒരു പ്രതിഷേധമായിട്ട് തന്നെ കാണും. ഞാൻ സർക്കാരിനെതിരെ എന്ന് മാത്രം പറയുന്നില്ല. ഇതിനെ ഏറ്റെടുക്കാത്ത, ഈ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാത്ത ഈ സർക്കാരിനെതിരെയുള്ള ഒരു സമരമായിട്ട് തന്നെ ഇതിനെ കാണണം. ജനത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് അത് സർക്കാരിനെതിരെയും രാഷ്ട്രീയ സമൂഹത്തിനെതിരെയുള്ള ഒരു സമരമായിട്ട് തന്നെ കാണണം. കഴിഞ്ഞ 3 ആഴ്ചത്തെ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കേണ്ടതുണ്ട്. തകഴിയിലുള്ള പ്രസാദ് കർഷക ആത്മഹത്യയുടെ 1ാമത്തെ ഖണ്ഡമായിരുന്നു അതെങ്കിൽ അതിനുശേഷം വന്ന മലബാറിൽ നിന്നായിരുന്നു വന്യജീവി ആക്രമണം മൂലം വീട് നഷ്ടപ്പെട്ട അവസാനം വാടകയ്ക്ക് പോകേണ്ടി വന്ന സുബ്രഹ്മണ്യം എന്ന വ്യക്തി. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം വീണ്ടും മലബാറിൽ നിന്ന് തന്നെ കിഴക്കൻ മേഖലയിൽ നിന്ന് തോമസ് എന്ന് പറയുന്ന വ്യക്തി. ഇത് 3 കർഷകരാണ് കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുക. ഈ കേരളത്തിന്റെ നവരൂപങ്ങൾ കാണേണ്ടത് ഇവിടെയാണ്. മുമ്പേ ദേവപ്രസാദ് സാദ് പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരത്തുണ്ടായ വെള്ളപ്പൊക്കം ഇതിനെയൊന്നും നിസ്സാരമായി കാണേണ്ടതല്ല. സർക്കാരിന് നേരിട്ടുള്ള ഇടപെടലുകൾ ഇല്ലായിരിക്കാം, അതൊന്നും ചെയ്യാനില്ലായിരിക്കാം. പക്ഷേ കേരളം വെള്ളത്തിൽ പൊങ്ങുമെന്നും കേരളത്തിലെ ഡ്രെയിനേജ് സിസ്റ്റം ഇതൊരു ശാപമായി മാറുമെന്നും ചെന്നൈയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തന്നെ വിദഗ്ധരോട് പറഞ്ഞതാണ്. ഇതിനെ ദീർഘവീക്ഷണത്തോടെ കണ്ട് കേരളത്തിന് വേണ്ടിയിട്ട് ഇതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും സർക്കാരിന്റെ പ്രശ്നം. ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഇവിടെയുള്ളപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുക എന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇനി വന്യജീവി പ്രശ്നം എടുക്കുവാണെങ്കിൽ ഒരു ആവറേജ് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വന്യജീവികൾ വനത്തിന്റെ അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ വരെ പുറത്തേക്ക് എത്തി ജനങ്ങളെ കൊല്ലുന്ന അവസ്ഥ, ജനങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥ ഇവിടെ എത്തി. നോക്കാം, ഒരു പടവലങ്ങ പോലെ കിടക്കുന്ന കേരളത്തിലാണ് ഈ അവസ്ഥയെന്ന് ആലോചിക്കണം. നമ്മളെ 15 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിസ്സാരമായ ഒന്നല്ല. ഈ 15 കിലോമീറ്റർ താണ്ടി വന്യമൃഗങ്ങൾ വരുന്നുവെങ്കിൽ അത് 30ലേക്ക് എത്തുന്ന ഒരു സമയം വിദൂരമല്ല. ഒരു സൈഡിൽ നിന്ന് കടലിന്റെ ഒരു അറ്റാക്ക് വരുന്നു, മറു സൈഡിൽ നിന്ന് വന്യജീവികളുടെ അറ്റാക്ക് വരുന്നു. കേരളത്തിൽ ജീവിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഇതിന്റെയൊക്കെ പ്രതിരൂപങ്ങൾ എന്ന രീതിയിലാണ്, പ്രതിനിധികൾ എന്ന നിലയിലാണ് ഒരുപക്ഷെ ഞാൻ പറയുന്നു ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ റോബിൻ ബസിന്റെ ഉടമയെയും മരിയക്കുട്ടി ചേച്ചിയും ഒക്കെ കാണുക. ഇത് അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടിയാണ്. അതാണ് തിരിച്ചറിയേണ്ടത്. ഇത് അതിജീവനത്തിനുള്ള പോരാട്ടം വേണ്ടിയിട്ടാണ്. ഈ റോബിൻ ബസിന്റെ ഉടമയും ഈ ഇവിടുത്തെ മറിയച്ചെടുത്തിയൊക്കെ അതിജീവനത്തിലുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ഈ അതിജീവനത്തിന്റെ പോരാട്ടത്തെ ജീവിക്കുവാൻ ബുദ്ധിമുട്ടുന്ന ജനത അതിജീവനത്തിന്റെ പ്രതീകമായി കൊണ്ടുകൊണ്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. അതാണ് ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യം എന്ന് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഈ വരുന്ന ഡിസംബർ 11 മുതൽ 22 വരെ അതിജീവന യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുകയാണ്. അതായത് ഈ കാർഷിക വിലയിടിവ് നടക്കുന്നു, കാർഷിക പ്രശ്നങ്ങളാ, വന്യജീവി ആക്രമണം, ജസ്റ്റിസ് JV കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, ഇതൊക്കെയായിട്ട് നടക്കുകയാണ്. കാരണം വെച്ചാൽ ഇന്ന് ജനങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ കേന്ദ്രമായ കാർഷിക വ്യവസ്ഥ ഇല്ലാതാകുമ്പോൾ ആ യഥാർത്ഥ പ്രശ്നങ്ങളിൽ ഒളിച്ചോട്ടം നടത്തുന്ന സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ, രാഷ്ട്രീയക്കാർ പ്രതികരിച്ചില്ലെങ്കിൽ, അവരെ കണ്ണു തുറപ്പിക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ സാധാരണക്കാർ ആ ഡ്യൂട്ടി ഏറ്റെടുക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്ന റോബിൻ ബസിന്റെ ഉടമയ്ക്ക് കിട്ടുന്ന സ്വീകരണം, മറിയച്ചെടുത്തിക്ക് കിട്ടുന്ന സ്വീകരണം. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സംഘടനകൾ ജനത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങി വരേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട്
ഈ നവകേരള സദസ്സിന് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നയങ്ങൾക്ക് നേരെ വിപരീതമാണോ? അതിനോട് എതിർപ്പുണ്ടോ? ഒരിക്കലും സർക്കാരിന്റെ ഒരു പരിപാടിക്കെതിരെ എതിർപ്പ് ഉയർത്തുക എന്നുള്ളത് കത്തോലിക്ക കോൺഗ്രസ് നയമല്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റ് PR വർക്കുകൾക്ക് പോകുമ്പോൾ അതിനെ നമ്മൾ എതിർക്കും. അത് ഇന്ന രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നില്ല, ഇന്ന ആൾക്കാരൊന്നില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി എന്തും സർക്കാരിന് ചെയ്യാം, അത് നല്ലതായിരിക്കണം. പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതിനെ മറച്ചു വെച്ചുകൊണ്ട് അതിലൊന്നും ഇടപെടാതെ ഇങ്ങനെയുള്ള PR വർക്കുകളായിട്ട് പോകുന്നതിനെ തീർച്ചയായിട്ടും എതിർത്തേ പറ്റുള്ളൂ. ഇതിനെ ദൂർത്തന്നെ പറയാനായിട്ട് പറ്റത്തുള്ളൂ, മറ്റൊന്നുമല്ല പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ദൂർത്തന്നെ പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ പറയുമ്പോൾ ഈ സർക്കാരിന്റെ ഈ ഭാഗം പറയുമ്പോൾ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷത്തിന്റെ കാര്യം ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്, ജനങ്ങളുടെ പ്രശ്നം അവർ ഏറ്റെടുക്കുന്നില്ല. ഓക്കെ, തിരിച്ചു വരാം. ശ്രീ ടി ദേവപ്രസാദ്, ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി നമുക്കറിയാം, അത് ഒരു വലിയ വിജയമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ പോലും അത് ശ്രദ്ധിക്കപ്പെട്ടു. UN പോലും അദ്ദേഹത്തിന് അവാർഡൊക്കെ കിട്ടുന്ന നിലവാരത്തിലേക്ക് അത് ലോകവ്യാപകമായിട്ട് തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ട ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ ഈ നവകേരള സദസ്സും ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിന്റെ ജനസമ്പർക്ക പരിപാടിയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്താൻ പറ്റുമോ? അതെങ്ങനെയാ താരതമ്യപ്പെടുത്തുന്നത്? ഉമ്മൻചാണ്ടി അത് നടത്തിയത് ഇത്തരം കൊട്ടും കുരവേ ആഘോഷങ്ങളൊന്നും ആയിട്ടല്ല. പ്രശ്നങ്ങളുള്ള ജനങ്ങൾക്ക് കടന്നു വരാമെന്നുള്ളതാണ് ഉമ്മൻചാണ്ടി. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാല് സോഷ്യൽ മീഡിയ നിറച്ചു ഉമ്മൻചാണ്ടിയുടെ ഈ നവകേരള ജനസമ്പർക്ക പരിപാടികളുടെ ചിത്രീകരണങ്ങളുണ്ട്. ഇനി അതിലേറ്റവും രസകരമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൗതുകകരമായിട്ട്, രസകരം എന്ന് പറയാൻ പറ്റത്തില്ല, അദ്ദേഹത്തെ കണ്ണൂർ വെച്ച് ഇവര് ഈ ഡിവൈഎഫ്ഐക്കാർ കല്ലെറിഞ്ഞത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? കണ്ണൂർ വെച്ച് കല്ലെറിഞ്ഞവരെ കരിങ്കൊടി കാണിച്ചവരെ തല്ലാനും പിടിക്കാനും നിന്നില്ല. പോലീസിനോട് പോലും അവരെ ഒന്ന് കേസെടുക്കാൻ പോലും പറഞ്ഞില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു. അദ്ദേഹത്തിന് പിന്നെ നെഞ്ചിലാണ് ഏറ് കൊണ്ടത്. അദ്ദേഹത്തെ ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം യൂത്ത് കോൺഗ്രസ് ഹർത്താലിന് പറഞ്ഞിട്ട് പോലും അത് പറ്റിയല്ല, അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവസാനം ഈ കല്ലെറിഞ്ഞ ആളിനെ പോലീസ് പിടിച്ചപ്പം എനിക്ക് മനസ്സിലായി, തിരിച്ചറിഞ്ഞില്ല. ഇതാണ് പിണറായി ഉമ്മൻചാണ്ടി തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ഇതിനെ തുലനം ചെയ്യാൻ പറ്റത്തില്ല. ഇന്നിപ്പം ആ മനുഷ്യനെ ആണല്ലോ ഇങ്ങനെ ഒരു പ്രത്യേക കഥകളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ തെറ്റിക്കൊടുത്തെന്നൊക്കെ ഇപ്പൊ ജനങ്ങൾക്ക് തോന്നലുണ്ടാവുമായിരിക്കും. പക്ഷെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിനെ നമുക്ക് എന്ന് കിട്ടാനായത്? ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ഉമ്മൻചാണ്ടിയുടെ പരിപാടികളുമായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ പോലും പറ്റിയല്ല. പിന്നെ ഈ കത്തോലിക്ക കോൺഗ്രസിന് പ്രതിയായിട്ട് വന്ന അദ്ദേഹം പറഞ്ഞ പോലെ ഈ കൃഷിയുടെ കാര്യത്തിലൊക്കെ ഒരു മന്ത്രി പ്രസംഗിച്ചത് ഓർക്കുന്നില്ലേ? നിങ്ങൾ കൃഷി ചെയ്തില്ല, നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് അരി മേടിച്ചോണ്ടെന്ന് കഴിച്ചോളാന്ന്. കൃഷിയോടൊക്കെ ഉള്ള ഒരു സമീപനം, ഇതൊക്കെ ഈ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് നാവ് സംസാരിക്കുന്നു എന്നൊക്കെ സുവിശേഷത്തിൽ പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെ അല്ലേ ഈ മന്ത്രി പറഞ്ഞ്? കേരളത്തിലെ ആരും കൃഷി ചെയ്തില്ലേലും കുഴപ്പമില്ല, തമിഴ്നാട്ടിൽ നിന്ന് അരി വന്നോളാം. ഇങ്ങനെ ചെയ്ത് കേരളത്തിലെ റബ്ബർ കൃഷി ഏതാണ്ട് തീർന്നില്ലേ? ഇപ്പൊ വാസ്തവത്തിൽ എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ മന്ത്രിമാരൊക്കെ സംസാരിക്കുന്നത്. നിരുത്തരവാദപരം എന്ന് പറഞ്ഞാൽ പോരെ സഹോദര, അതിനെ ഒരു അപമാനിക്കുന്നതല്ലേ. ഈ കൃഷിക്കാരൻ ഈ ചേറിനകത്ത് നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അന്നത്തെ കുറിച്ച് അദ്ദേഹം കുട്ടനാടുകാരനാണല്ലോ, അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്ന് ചോദിച്ച MLA അല്ലേ അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് വല്ലാത്ത ഒരു അപമാനകരമായി പോയി. കൃഷിക്കാരോട് കൃഷി വേണ്ട, അവരുടെ മുഖത്ത് നോക്കി നിങ്ങളില്ലേലും ഞാൻ ജീവിച്ചോളാം. അപ്പൊ അവരില്ലേ, ഇപ്പൊ ആരും ചെല്ലേല ജീവിക്കാനല്ല. അത് നമ്മൾ അങ്ങനെയൊന്നും അതിനെക്കുറിച്ച് പറയരുത്. പക്ഷെ അതൊക്കെ ഇന്ത്യൻ ഭരണഘടന കുന്തോംകുട ചക്രം എന്നൊക്കെ പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഇതുപോലെയുള്ള പ്രയോഗങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ല, അദ്ദേഹം ഇങ്ങനെ പറയുന്നതിൽ പക്ഷെ അദ്ദേഹം ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്, അല്ലെ? ഗവൺമെന്റിന്റെ പ്രതിനിധി അത് ഇതുവരെ അത് കറക്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് തെറ്റിപ്പോയെന്നാണ്ട് പാർട്ടി പോലും പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ സമീപനം കൃഷിക്കാരോട് അതാണ് അവരുടെ സമയം. അതുകൊണ്ടാണല്ലോ ഈ കർഷക ആത്മഹത്യയൊക്കെ ഉണ്ടായത്. നമ്മുടെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത എന്താ? അദ്ദേഹം ഒന്നും പ്രതികരിക്കില്ല. അദ്ദേഹത്തിന് ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം പ്രതികരിക്കില്ല. വാ തുറന്നാൽ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെയുള്ളതൊക്കെ പറയുന്ന പോലെ ഒരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്, അല്ലെ? അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ല. പ്രസാദിന്റെ ആത്മഹത്യ പിറ്റേ ദിവസം അതിന് കാരണം സിവിൽ സപ്ലൈ കോർപ്പറേഷൻ അല്ല, PRS അല്ല എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള ഒരു ന്യായീകരണം കൊണ്ട് വന്നു എന്നുള്ളതല്ല. പിന്നെ എന്താ വേറെ എന്തിന്റെ പേരിൽ ആത്മഹത്യ എന്ന് പറയാനെങ്കിലും ഒരു ബാധ്യത സർക്കാരിനില്ലേ? വാസ്തവത്തില് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ പരാജയപ്പെട്ടു സഹോദരാന്ന് എഴുതി വെച്ചാണല്ലോ അദ്ദേഹം മരിച്ചത്. അത് ഒരു ബോധം കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം എല്ലാ റബ്ബർ കർഷകന്റെ സ്ഥിതി എന്താ? അവർക്ക് ബുദ്ധിമുട്ടാണ്.
റബ്ബർ കൃഷി ഏതാണ്ട് അവസാനിക്കുന്ന ഒരു മട്ടിലേക്കാണ് പോകുന്നത്. നാളികേര കൃഷി തീർന്നില്ലേ കേരളത്തിൽ? അടയ്ക്ക കൃഷി തീർന്നില്ലേ കേരളത്തിൽ? കേരളത്തിൽ ഇനി ഏത് കൃഷിയാ ഉള്ളത്? പിന്നെ കേരളത്തിൽ എന്ത് വരുമാനം നമുക്കുള്ളതെന്ന് പറയുന്നത്? ഈ വിദേശത്തേക്കൊക്കെ പോയി നമ്മുടെ കുഞ്ഞുങ്ങൾ അയച്ചു തരുന്ന പൈസ ഇല്ലെങ്കിൽ ഇവിടെ പട്ടിണിയാവും. ഇപ്പൊ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കാൻ വേണ്ടി വിദേശത്തേക്കൊക്കെ പോകുന്നു. പിന്നെ കേന്ദ്രത്തിൽ കണക്ക് കൊടുക്കുന്നതിന്റെ അദ്ദേഹം പറഞ്ഞ ഒരു കണക്കുണ്ട്. ഇപ്പൊ ഇതിന്റെ മാത്രമൊന്നും അല്ല, ഈ ക്ഷേമ പെൻഷന്റെ മാത്രമൊന്നും അല്ല. ഇപ്പൊ നമ്മുടെ ഉച്ചക്കഞ്ഞിയുടെ പ്രശ്നം എന്താ? ഉച്ചക്കഞ്ഞിയുടെ കേന്ദ്രത്തിലേക്ക് കൊടുക്കേണ്ട കണക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കേന്ദ്രത്തിന് കൊടുക്കാൻ പറ്റില്ല. കേന്ദ്രത്തിന് കുറെ യാഡ് സ്റ്റിക്കുകൾ ഉണ്ടല്ലോ ഓരോന്നാർക്ക്. ഇപ്പൊ നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ കിട്ടണമെങ്കിൽ എന്താ, നമ്മൾ അതിന് വേണ്ട രേഖകളൊക്കെ സമർപ്പിക്കണ്ടേ? അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടും, ബാങ്കിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ ബാങ്കിൽ കാശ് കിടപ്പുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ ചെക്ക് എഴുതി കൊടുത്തത് കൃത്യമായിട്ട് അല്ലെങ്കിൽ കിട്ടുമോ? കിട്ടത്തില്ലല്ലോ, നിങ്ങളുടെ പൈസയാ എന്ന് പറഞ്ഞ പോലെ അതിനെക്കുറിച്ചൊന്നും നമ്മുടെ മന്ത്രിമാർ, ഇപ്പൊ ധനകാര്യമന്ത്രി ഞാനീ പറഞ്ഞ 10,000 കോടി ആവുന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഇങ്ങനെ ഈ കേന്ദ്രം ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കണക്ക് കൊടുത്തു, ആ കേന്ദ്രം തരുന്നില്ല. ഇന്നിപ്പാണ്ട കേന്ദ്രം വീണ്ടും 2,000 കോടിയും കൂടെ കടമെടുക്കാൻ ഡിസംബറിന് ശേഷം ഉള്ള അനുവദിക്കേണ്ടതാണ്. പക്ഷെ കേന്ദ്രം വീണ്ടും കേരളത്തെ അനുവദിച്ചിരിക്കുക 2,000 കോടിയും കൂടെ. ഇതിനിടയ്ക്കും കേന്ദ്രം കേരളത്തെ എനിക്ക് മനസ്സിലാകുന്നത്, കേന്ദ്രത്തിലുള്ള ഗവൺമെന്റിന് ഇവിടെ പിന്നെ ഇവരോടൊരു സോഫ്റ്റ് കോർണർ ഇല്ലേ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം ഇപ്പം നമുക്കറിയാം ലാവ്ലിൻ കേസ് 38 തവണ മാറ്റിവെച്ചത്. ഇപ്പം നമുക്ക് അതുപോലെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ കേസ് അന്വേഷണം ചെയ്യുന്നു, ചില മേഖലകളിൽ എത്തുമെന്നായപ്പോഴത്തെ അന്വേഷണം നിന്നുപോയത്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇവരിങ്ങനെ കേന്ദ്രവിരുദ്ധം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു രഹസ്യധാരണയിൽ അല്ലേ ഇവർ പ്രവർത്തിക്കുന്നത്. അത് ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ കോൺഗ്രസ് വിരുദ്ധ സമീപനം കൊണ്ടൊക്കെ ആയിരിക്കും. ഞാനൊരു നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ സംസാരിക്കും. എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു രേഖാമൂലമായ ഒരു അറിവ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നമുക്ക് സംശയിക്കത്തക്ക സാഹചര്യങ്ങളുണ്ട് കേരളത്തിൽ. അല്ലെങ്കിൽ ഇപ്പൊ എത്രയോ നമുക്കറിയാം, ഡൽഹിയിലെ സിസോദിയ ജയിലിലാണ് അല്ലെ, അവർക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശിലെ പഴയ പ്രതിപക്ഷ നേതാവ് ജയിലിലായിരുന്നു. അടുത്ത കാലത്താണ് പുറത്തു വന്നത്. അപ്പൊ ഇങ്ങനെയൊന്നും യാതൊരു മടിയില്ലാത്ത ഒരു ഭരണകൂടം ഇവിടെ ഇത്രയും വളരെ ലീനിയന്റ് ആയിട്ട് കാണിക്കുന്നു. പിന്നെ അവര് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോ കേരളത്തിന് മാത്രമായിട്ട് കാശ് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കേരളത്തിന് മാത്രമായിട്ട് പൈസ കൊടുക്കാൻ പറ്റില്ല. കാരണം കേരളത്തിന് മാത്രമായിട്ട് പൈസ കൊടുത്താൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ. അപ്പൊ അവരുടെ ഒരു യാഡ് സ്റ്റിക്ക് ഉണ്ട്. ആ യാഡ് സ്റ്റിക്ക് അനുസരിച്ച് ചില മാർഗരേഖയുണ്ട്, അതനുസരിച്ച് അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കേന്ദ്രം തരുന്ന സഹായം കൊണ്ട് മാത്രം ഒന്നും പെൻഷൻ കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അത് സത്യമാണ്. കാരണം കേന്ദ്ര ഇപ്പൊ ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് സ്കീമിലായാലും പിന്നെ അതുപോലെ ഈ കർഷക തൊഴിലാളി പെൻഷൻ ഒന്നും കേന്ദ്രത്തിന്റെ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് തന്നെയാണ്ട് 3.2 ലക്ഷം 4 ലക്ഷത്തോളം പേരുണ്ട്. അപ്പൊ ഈ കേന്ദ്രം തരുന്നത് ധനകാര്യമന്ത്രി 16.6% കേന്ദ്രം തരുന്നതെന്ന് പറഞ്ഞത്. അത്രയും അതിന്റെ കൃത്യം എനിക്കറിയില്ല. 1600-ന്റെ എത്ര വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കൊടുക്കുന്ന 1600 കേന്ദ്രം 500-400 അങ്ങോട്ടാണ് തരുന്നതെന്നാണ് ഞാൻ എന്റെ വെരിഫൈ ചെയ്തില്ല, ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സംസ്ഥാന കാര്യമന്ത്രി പറഞ്ഞത് നമുക്ക് 16.6, നമുക്കത് വിശ്വസിക്കാം. പക്ഷെ ഈ കണക്കൊന്ന് കൊടുക്കണ്ടേ? ഞങ്ങൾ ഇത്രയും പേർക്ക് കൊടുത്തു, അതിന്റെ തരണം. അത് പറഞ്ഞാൽ അവർ ഇഷ്യൂ അവർക്കിപ്പം അതിനൊക്കെയുള്ള അതൊക്കെ ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതൊന്നും സാധിക്കുന്നില്ല നമ്മുടെ ഗവൺമെന്റിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഗവൺമെന്റ് പറയും ഞങ്ങൾ കണക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയണ്ടേ? ജനങ്ങളോട് പറയുക എന്നുള്ളതാണല്ലോ. അല്ല ഇപ്പം കണക്ക് കൊടുത്തതിന്റെ രേഖകൾ ജനങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ, വിഷ്വൽ മീഡിയയിലൂടെ ഒക്കെ ജനങ്ങളോട് സംവദിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഗവൺമെന്റിന്. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ചെയ്യാത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? തീർച്ചയായിട്ടും നെഗ്ലിജൻസ് ആണ്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ദൂരത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എല്ലാം ഒരേ രീതിയിൽ സംസാരിക്കുന്നത് പോലെ. ഇപ്പൊ ഗവർണർ എന്താ പറഞ്ഞേ? കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞെന്താ? നീന്തൽക്കുളം, പിന്നെന്താ പശുത്തൊഴുത്ത്, അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഏതെങ്കിലും ഇപ്പം കർണാടക മുഖ്യമന്ത്രി ആയിരുന്നാൽ അതൊരു ആക്സിഡന്റ് പറ്റി അദ്ദേഹത്തിന് എക്സർസൈസിന് വേണ്ടി വേണമെന്നോ ഞാൻ അന്ന് ഇതിനെ എന്തൊരു നിശിതമായി വിമർശിച്ചവരാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാര്. അവരാണിപ്പം നീന്തൽക്കുളം മിണ്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ 2 നില, ഈ ക്ലിഫ് ഹൗസിൽ പോയിട്ടുള്ളവർക്കറിയാം, നമ്മുടെയൊക്കെ സാധാരണ വീട് പോലെ 2 നില എന്ന് പറഞ്ഞാൽ ഒരു നിലയേ ഉള്ളൂ ശരിക്കും. ആ ഒരു നില കയറാൻ വേണ്ടി ലിഫ്റ്റ്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ നവകേരള യാത്രയ്ക്ക് നടക്കുന്ന ബസ്സിൽ പോലും ലിഫ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ല. ഇങ്ങനെ അത് ലിഫ്റ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചുള്ള ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നിന്ന് കഴിയുമ്പോൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ റോബിൻ ബസിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് എന്താ? റോബിൻ ബസിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അനുവാദം സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞില്ലേ, എന്നിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മാപ്പ് പറഞ്ഞാലും പിഴയടച്ചാലും ഒന്നും ഇവരുടെ പോക്കറ്റിൽ നിന്നല്ലല്ലോ പോകുന്ന ആർക്കും. ഇപ്പൊ സുപ്രീം കോടതിയിൽ 1 കോടി രൂപ അടച്ചാൽ ആരുടെ കാശാ പോകുന്നത്? ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ കാശല്ലല്ലോ, ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കാശല്ലല്ലോ. അത് കേരളത്തിലെ ജനങ്ങളുടെ കാശ് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഈ നഷ്ടം പരിഹാരം ഒന്നും ഇവർക്ക് പ്രശ്നമില്ല. ജനങ്ങളെ പീഡിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനുമായിട്ട് ഇപ്പൊ നമുക്ക് ഒരു സാധാരണ മനുഷ്യനാണ് ഒരു 5-6 കേസ് വന്നല്ലോ, എന്ത് ചെയ്യും? ജീവിക്കാൻ മാർഗമില്ല.
ഇപ്പൊ KSRTCയുടെ കാര്യം നമ്മളെ പറഞ്ഞു, അവർ ജോലി ചെയ്തതിന്റെ ശമ്പളമാണ് ചോദിക്കുന്നത്. അവർക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല, അവർക്ക് കൊടുക്കുന്നില്ല. ഞാൻ ഒരു ക്ഷാമ 10 ഗഡു 6 ഗഡു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ കണക്കനുസരിച്ച് അറിയാം, ഈ പെൻഷൻകാർക്ക് അവരുടെ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കിട്ടിയില്ല, പലർക്കും മേടിക്കാൻ പറ്റില്ല. ഏതാണ്ട് ഈ 6 ഗഡുവിന്റെ കാലഘട്ടം കൊണ്ട് 75,000 പേര് മരിച്ചുപോയി പെൻഷൻ മേടിക്കാതെ. ഇനിയിപ്പോ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ഫോർമാലിറ്റിയിലൊക്കെ പോവോ? അപ്പൊ ഇതിനകത്തൊക്കെ മാനുഷികമായ ഒരു വശമുണ്ട്. ഈ മാനുഷിക വശം കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ദുർഗതയുണ്ട്. ഇപ്പൊ എനിക്ക് ബാലഗോപാലിനെയൊക്കെ അറിയാവുന്ന ഒരാളാണ്. പക്ഷെ തോമസ് ഐസക്കിനോളൊന്നും അല്ലെങ്കിൽ മാണി സാറിനോളൊന്നും വൈഭവം അദ്ദേഹത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പം എനിക്കറിയത്തില്ല. പക്ഷെ അവരുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും വരികയല്ലായിരുന്നു. പിന്നെ ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എല്ലാം സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശിവദാസ മേനോന്റെ കാലത്ത് എന്തായിരുന്നു കേരളത്തിലെ സ്ഥിതി? അവസാനം ആന്റണി 2001 മുഖ്യമന്ത്രി ആകുമ്പോൾ ഒരു വിമാന ടിക്കറ്റ് കടം ചോദിച്ചാൽ കിട്ടിയല്ലായിരുന്നു ഗവൺമെന്റിന്. അങ്ങനെ ഒരു സ്ഥിതി വന്നിട്ട് പിന്നെ വന്ന ഗവൺമെന്റാണ് കേരളത്തിന്റെ സ്ഥിതി ഒരുമാതിരി നേരെയാക്കി കൊണ്ടുവന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവർ പിടിച്ചെടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് കളിപ്പിച്ചു. പിന്നെ അവരുടെ ഒരു അഷ്വേർഡ് മാർക്കറ്റ് ഉണ്ട്, അവരുടെ ഈ ഇടതുപക്ഷക്കാരുണ്ട്, അവർ മാറിപ്പോകത്തില്ല. അവരെ എല്ലാം കൂടെ കൂട്ടി നിർത്തി അവരിങ്ങനെ പിടിച്ചെടുത്തിട്ട് ഇപ്പൊ അവർ തോന്നിയാസം ചെയ്യുന്നു. ഇപ്പം ഇവിടെ ചൂണ്ടിക്കാണിച്ചതെല്ലാം ദൂർത്തുകളാണ് അല്ലെ? നമ്മുടെ ഈ കേരളീയം കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? ജനങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടുമ്പോൾ ഇപ്പൊ കേരളീയത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഓർക്കുന്ന 1980 അന്നത്തെ ഇടതുപക്ഷ സർക്കാരിൽ വക്കം പുരുഷോത്തമൻ കേരളത്തില് തിരുവനന്തപുരത്ത് ഓണാഘോഷം ആരംഭിച്ചപ്പോൾ പിന്നെ വക്കം പുരുഷോത്തമൻ പറഞ്ഞത് ഇനി ഒരു ആനുവൽ ഫീച്ചർ ആയിട്ടുണ്ടാവും, പേജൻട്രി, ഈ ഘോഷയാത്ര ഉണ്ടാവും, വിദേശത്ത് നിന്നെല്ലാം 1000-കണക്കിന് ആൾക്കാർ വരും, ഇവിടെ ഭയങ്കര, അതായത് പിന്നെ മൈസൂറിലെ ദസറ ആഘോഷമൊക്കെ ആയിട്ടാണ് അദ്ദേഹം തൊല്ലം ചെയ്ത് പറഞ്ഞത്. അവിടെയൊക്കെ പിന്നെ അത് കാണാൻ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയുന്നത്. എനിക്ക് കൃത്യം അറിയത്തില്ല. പക്ഷെ തിരുവനന്തപുരത്ത് എനിക്കറിയാം, 1980 മുതൽ ഞാൻ ഈ തിരുവനന്തപുരം സിറ്റിയിൽ ജീവിക്കുന്ന ആളാണ്. ഒരു വിദേശത്ത് തന്നെ, പിന്നെ കേരളത്തിലുള്ള ആൾക്കാർ അല്ല തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഓണത്തിന്റെ അന്ന് ഈ ഘോഷയാത്ര കാണാൻ കുറെ പേരൊക്കെ പുറത്തു ചെല്ലും എന്നുള്ളതല്ലാതെ പിന്നെ ഈ ആള് വരുന്ന ഇപ്പം ജനകേരള സദസ്സിന് ആളിനെ ഇവർ കൂട്ടിക്കൊണ്ട് വരുന്നാൽ നമ്മുടെ ആൾക്കാർക്ക് എന്തുമാത്രം പ്രശ്നങ്ങളാണെന്നറിയാവോ? ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞാൽ അവര് പോവും, ക്യൂ നിൽക്കും. ജനങ്ങൾക്ക് റോഡില്ല, വെള്ളമില്ല, വെള്ളത്തിന് കണക്ഷൻ ഇല്ല, പിന്നെ വെള്ളത്തിന് ഭയങ്കരമായി നീതി എടുക്കുന്നു. ഇപ്പം വാട്ടർ ചാർജ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി. ഞാൻ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോഴത്തേനും പരിശോധിച്ച് പറഞ്ഞത് ഇത് എല്ലാവർക്കും കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളുടെ 5 പൈസ കൂടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഇരട്ടി 5 ഇരട്ടിയൊക്കെയാണ് കൂടി വരുന്നത്. അപ്പൊ ജനങ്ങൾക്ക് പരിഹാരം ഉണ്ടാത്ത പ്രശ്നമുണ്ട്. അതെല്ലാം പിന്നെ എന്റെ ഏറ്റവും കൗതുകരമായ കാര്യം, ഉമ്മൻചാണ്ടിയുടെ ജനപരിപാടിയിൽ എന്തായിരുന്നു ഉമ്മൻചാണ്ടി ജനപരിപാടി? ഉമ്മൻചാണ്ടിയെ നമുക്ക് കാണാമായിരുന്നു, ഉമ്മൻചാണ്ടിയോട് നമുക്ക് സംസാരിക്കാമായിരുന്നു. ഇത് മുഖ്യമന്ത്രിയെ കാണാനോ മന്ത്രിമാരെ കാണാനോ സാധിക്കത്തില്ല. ഇതിനകത്ത് സാധിക്കുന്ന ആരെയാണ്? ഉദ്യോഗസ്ഥന്മാരെ കാണാനല്ല നമുക്ക് ഓഫീസുള്ളേ. നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന ഇതുമായിട്ട് തന്നെ വ്യത്യാസം ഇരിക്കുന്നത്. അതെ, സർക്കാർ ഓഫീസുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആ പരാതി ഇവിടെ കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ നമ്മുടെ വില്ലേജ് ഓഫീസുകളിലല്ലേ നമ്മൾ ഇതിനൊക്കെ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ അവിടുത്തെ ഓഫീസിന്റെ അവിടെയല്ലേ കൊടുക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരുടെ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇതിന് എന്തിനാ കേരള സദസ്സ് മുഖ്യം? പണ്ട് അങ്ങനെയല്ലല്ലോ. ഇത് മുഖ്യമന്ത്രിയുടെ കൊടുക്കുന്നു, മുഖ്യമന്ത്രി ഉടനെ അതില് ഓർഡർ ഇടുന്നു. അങ്ങനെ ഇപ്പൊ കണക്കുകളും ഇതനുസരിച്ചൊക്കെ ഇപ്പൊ അവര് ഉമ്മൻചാണ്ടി 5 കോടി കൊടുത്തത് ഞങ്ങൾ 15 കോടി കൊടുത്തെന്നൊക്കെ പറഞ്ഞ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, പിന്നെ എന്താ ചെയ്തെന്നും അറിയത്തില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ കിട്ടിയ ആൾക്കാർക്ക് ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി അതിനെ വിലക്കിയിട്ട് പോലും ഒരു മുതിർന്ന മാർക്സിസ്റ്റ് നേതാവിന്റെ പെങ്ങള് അതിന് പോയി ഒരു പരിഹാരം കണ്ടതിനെ കുറിച്ച് ആ കാലത്തെ പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു. അപ്പൊ അതും ഇതുമായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അദ്ദേഹത്തിന് ജനങ്ങളോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുന്നവനോട് ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നു, കഷ്ടപ്പെടുന്നവനോട് ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. അതൊരു ദൈവം കൊടുത്ത ഒരു കൃപയാണ്. അത് നമുക്ക് കിട്ടിയ ഒരു പുണ്യാണ് ആ മുഖ്യമന്ത്രി. അതുപോലെ നമ്മളിപ്പോ എല്ലാ ഇപ്പൊ കേരളത്തിലെ ആർ ശങ്കർ പോലുള്ള അല്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ അച്യുതമേനോൻ പോലുള്ള മുഖ്യമന്ത്രിമാരെല്ലാം എനിക്ക് അടുത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റും. അദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് തന്നെയാണ് ഈ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയും ഇതും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഉമ്മൻചാണ്ടിക്ക് ജനങ്ങളോട് വലിയ ഒരു സ്നേഹമുണ്ടായിരുന്നു. കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നല്ലോ, കാരുണ്യ പദ്ധതി മാണി സാറ് തുടങ്ങിയതാണ്. ശരിക്കും കെ മാണിയുടെ പദ്ധതിയാണ്. പാവപ്പെട്ട രോഗികളായിട്ടുള്ള പാവപ്പെട്ടവർക്ക് അതിന് പണവും സാമ്പത്തികം ഒന്നും തടസ്സമല്ല. ഇപ്പൊ കൊല്ലം തുളസിയൊക്കെ അത് മേടിച്ചിട്ട് അതിനെക്കുറിച്ച്, കൊല്ലം തുളസി ഒരു സിനിമ നടനാണല്ലോ, അദ്ദേഹത്തിനൊക്കെ ക്യാൻസർ ചികിത്സയ്ക്ക് കാശ് കൊടുത്തു. അതിനുവേണ്ടി മാണി സാറ് ഉണ്ടാക്കി എങ്ങനെയാ, അതിന് പണത്തിനും ഒരു ലോട്ടറി അതിനുവേണ്ടി തന്നെ എടുത്തു. ഈ ലോട്ടറിയുടെ ഈ സ്കീം ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരത്തെ ആന്റണിയാണ്, AK ആന്റണി, അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പള്ളി നേർച്ച ഇടുന്നതിന് വരെ ഇതിന്റെ ഒരു ലോട്ടറി എടുക്കണം.
ഞാനും എടുത്തിട്ടുണ്ട് അതിന്റെ ലോട്ടറി. കാരണം ഇത് പാവങ്ങൾക്ക് കിട്ടുന്നതാണല്ലോ. ഞാൻ ഓക്കെ, ലോട്ടറി എടുക്കുന്ന ഞാൻ തിരിച്ചു വരാം. ശ്രീ മിഥുൻ വിജയകുമാർ, ഈ കേന്ദ്രം ഭരിക്കുന്ന BJPയും ഈ കേരള ഗവൺമെന്റും തമ്മിൽ എന്തോ ഒരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് അല്പം മുമ്പ് നമ്മുടെ ദേവപ്രസാദ് ചോദിക്കുകയുണ്ടായി. ഇപ്പൊ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെപ്പാടെ ഒരു സന്നിഗ്ധാവസ്ഥയിലാണ്. കാരണം ഭരണകക്ഷി ഇങ്ങനെയാണ്, പ്രതിപക്ഷമാകട്ടെ ചുമ്മാ വെറും വായ്ത്താരി മാത്രമാണ്. ഇതിനിടയിലാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഈ നമ്മുടെ ലാവ്ലിൻ കേസ് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ പല ED അന്വേഷണങ്ങൾ തുടക്കത്തിൽ ഒരു ബഹളമൊക്കെ അങ്ങോട്ട് വെക്കും. ഇപ്പൊ കരൂർ ബാങ്കിന്റെ കേസ്, അതുപോലെ സ്വർണ്ണക്കടത്ത് കേസ്, ഇതൊക്കെ ആ തുടക്കത്തിലുള്ള ഒരു പിടപ്പും ബഹളവും അല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു അനക്കവും ഇല്ല. അപ്പോ സാധാരണക്കാരായ ജനങ്ങളുടെ സംശയം ഇതാണ്, കേന്ദ്രവും കേരളത്തിലെ CPM തമ്മിൽ എന്തോ ഒരു രഹസ്യ ഇടപാടുണ്ടോ? കോൺഗ്രസിനെ നാമാവശേഷമാക്കി കളയുക, കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ള ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയുള്ള ചില അടവ് നയങ്ങളുടെ ഭാഗമാണോ എന്നുള്ള സംശയം വാസ്തവമാണോ? ശ്രീ മിഥുൻ വിജയകുമാർ. എനിക്കൊന്നും അതൊരു അനാവശ്യ ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേന്ദ്രത്തിന്റെ പദ്ധതികളും അല്ലെങ്കിൽ കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതികളും കേരളത്തിന്റെ രീതിയും എന്താ പറയാ ഭരിക്കുന്ന രീതിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് മെട്രിക്സ് കിടപ്പുണ്ട് അതിന്. 2014 മുതൽക്ക് ഇങ്ങോട്ടുള്ള കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ വന്നതിന് ശേഷം കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? പറഞ്ഞോളൂ. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ, അതിപ്പോ നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ റിഫോംസ് ആണെങ്കിലും അവർ കൈവയ്ക്കാത്ത ഏത് മേഖലയാണുള്ളത്? റെയില്, റോഡ്, എന്താ പറയുക, എയർപോർട്ട് ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. ഒട്ടും കറപ്റ്റ് അല്ലാത്തൊരു സർക്കാരാണ്. അതുകൂടെ നോട്ട് ചെയ്യണം. ഒരൊറ്റ മന്ത്രിമാർക്ക് നേരെയും കറപ്ഷൻ ചാർജസോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഏതൊരു സ്കാം ഉണ്ടെങ്കിലും അത് നേരെ ചെല്ലുന്നത് നമ്മുടെ CM-ന്റെ ഓഫീസിലേക്കാണ്. ഡോളർ സ്കാം, മറ്റേ സ്കാം, PP കിറ്റ് സ്കാം. ഇനി അതായത് ഇത്രയും അധികം ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിനെ നിങ്ങൾക്ക് ഒരിക്കലും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന എന്താ പറയുക സർക്കാരുകളാണ്. രണ്ടിന്റെയും പ്രവർത്തന ശൈലി വ്യത്യസ്തമാണ്. രണ്ടിന്റെയും അച്ചീവ്മെന്റ്സ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. കാരണം ഇവിടെ ഒരു ഭാഗത്ത് അച്ചീവ്മെന്റ്സ് ഒന്നും കാണിക്കത്തക്ക ഒന്നുമില്ല, മറുഭാഗത്ത് അച്ചീവ്മെന്റ്സ് മാത്രമേ കാണിക്കാനുള്ളൂ. ഇന്ന് ഇന്ത്യ ഗ്ലോബൽ സ്റ്റേജിൽ പോലും ഒരു വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമായി മാറി. G20യുടെ പ്രസിഡൻസി പോലും നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയാ രണ്ട് സർക്കാരുകളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ താരതമ്യം ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയും. പിന്നെ ഇവിടെ പെൻഷൻ വിതരണം പ്രോപ്പറായി നടക്കുന്നില്ല കേരളത്തിൽ. കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നു, സർവ്വ നികുതികളും വർദ്ധിപ്പിക്കുന്നു. ലൈഫ് പദ്ധതി എന്താ പറയാ പൂർത്തീകരിക്കാൻ കഴിയാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ എന്താ പറയാ മനുഷ്യര് പിച്ചച്ചട്ടി എടുത്ത് പുറത്തിറങ്ങാണ്. കേരളം വലിയൊരു കടക്കെണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള കേരള സർക്കാർ നടത്തുന്ന ധൂർത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരി തന്നെ, അതൊക്കെ ശരി തന്നെ. അതല്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ചോദിച്ചതല്ല, ഈ പല കേസുകളിലും എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോ അല്പം മുമ്പ് ദേവപ്രസാദ് പറഞ്ഞു, ഈ ഡൽഹിയിലെ മന്ത്രിയായിരുന്ന സിസോദിയായി ഭാഗത്ത് കിടക്കുകയാണ് മാസങ്ങളായിട്ട്. എന്തുകൊണ്ട് കേരളത്തിലെ ഈ വിഷയങ്ങളിൽ കേന്ദ്രം ഇങ്ങനെ ശക്തമായ ഒരു നിലപാടുകളൊന്നും എടുക്കുന്നില്ല? ഇപ്പൊ ഈ ED അന്വേഷണം തന്നെ, ഇപ്പൊ നമ്മുടെ ബാങ്കിന്റെ കേസുകൾ, കരൂർ ബാങ്കിന്റെ കേസുകളും ഒക്കെ അത് തുടക്കത്തിലെ അന്വേഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോയി? സ്വർണ്ണക്കടത്ത് കേസ് പിന്നെ എങ്ങോട്ട് പോയി? അപ്പൊ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവർക്കിടയിൽ ഇല്ല എന്നുള്ളത് സാധാരണക്കാരുടെ സംശയമല്ലേ? അത് ഇപ്പൊ ലാവ്ലിൻ കേസ് എത്രയോ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് നേരുള്ള ആരോപണമാണ്. ഇന്ത്യൻ ജുഡീഷ്യറി അപ്പം എഫിഷ്യന്റ് അല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ കോടതികളെ നമുക്ക് കൊള്ളില്ല എന്നാണോ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം? ഒരിക്കലുമല്ല. ലാവ്ലിൻ കേസ് ഒരിക്കലുമല്ല. പക്ഷെ ജനങ്ങളുടെ സംശയമാണ് ഇത്, ജനങ്ങളുടെ സംശയമാണ്. ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തോ ഒരു വലിയ സ്വാധീനം എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇന്ത്യയിലെ കോടതികളുടെ സ്വഭാവം അനുസരിച്ച് പല കേസുകളും അങ്ങനെ നീണ്ടുപോയ ചരിത്രമൊക്കെ ഇന്ത്യയിലുണ്ട്.
അപ്പൊ ലാവലിൻ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ചൊക്കെ കമന്റ് ചെയ്യാം. അത് ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും എന്താ പറയുക ഒരു ഡിസ്കഷനിലേക്ക് പോകേണ്ടി വരും. കാരണം അത് ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതായത് നരേന്ദ്രമോദി സർക്കാരിനും ലാവലിൻ കേസിനും എന്താണ് ബന്ധം? അല്ലെ നരേന്ദ്രമോദി സർക്കാരാണോ ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്, ചെക്ക് വെക്കുന്നത് എന്നുള്ള അത് ഇന്ത്യൻ ജുഡീഷ്യറിയോടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ജുഡീഷ്യറി അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ലേ? അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെയാണോ പ്രതിക്കൂട്ടിലാക്കി ഈ ചോദ്യം ചോദിക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ വിലയിരുത്തേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ജുഡീഷ്യറിയെ ചോദ്യം ചെയ്തത് ഒന്നുമല്ല. ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങളുടെ സംശയങ്ങളാണ്. ഇപ്പോ ഈ പല ED അന്വേഷണങ്ങള് ആ കാര്യത്തിലൊക്കെ എന്ത് പിന്നീടുള്ള നീക്കം എവിടെ എത്തി? ഈ ജുഡീഷ്യറി അല്ല കേസ് മാറ്റിവെക്കാൻ കാരണം. CBI എനിക്ക് പറ്റുന്നില്ല, അഡ്വക്കേറ്റ് ഇല്ല, ഞങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ പറ്റിയില്ല, ഇങ്ങനെ പറഞ്ഞ് CBI ആണ് അതിന് കാരണം. ജുഡീഷ്യറി അല്ല. ജുഡീഷ്യറിയെ കുറിച്ച് നമുക്ക് വേറൊരു ചർച്ചയാവും. പക്ഷെ ജുഡീഷ്യറി അല്ല അതിനകത്ത് പ്രതി CBI ആണ്. CBI ആണ് ഇപ്പൊ കൊടുക്കാത്തത്. നമുക്ക് രേഖകളില്ല, ഞങ്ങളുടെ അഡ്വക്കേറ്റിന് പനിയാണ്, മറ്റേ അഡ്വക്കേറ്റ് അവിടെ ഡൽഹിയിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്നത് CBI ആണ്, ജുഡീഷ്യറി അല്ല. ജുഡീഷ്യറി എല്ലാത്തവണയും കേസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കർശനമായിട്ട് പറയാൻ പറ്റില്ല എന്നാണോ? CBI ഈ തീയതിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നൊരു ഉത്തരവ് സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ അതിനുത്തരം പറയേണ്ടത് കോടതിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു കേസ് 38 തവണ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഒരു കേസ് 38 തവണ മാറ്റി വെച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? അതും CBI പറയുന്നത് ഞങ്ങൾക്ക് തെളിവ് കൊടുക്കാൻ പറ്റിയാലെന്ന്. നമ്മൾ എന്താ അതിന് മനസ്സിലാക്കുക? അതിനകത്ത് CBI എന്തോ കളിക്കുന്നുണ്ട്, അതിനൊരു സംശയമില്ല. ഇത്രയും അന്വേഷിച്ച ഒരു കേസ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ അഡ്വക്കേറ്റ് വരുന്നില്ല, അവരത് ഗൗരവമായിട്ട് എടുക്കുന്നില്ലെന്നെങ്കിലും നമ്മൾ സമ്മതിക്കണ്ടേ? ജുഡീഷ്യറിക്ക് ഇപ്പൊ സുപ്രീം കോടതിക്ക് തന്നെ വലിയ കൊലപാതക കേസൊന്നും അല്ലല്ലോ ഇപ്പൊ ഇന്ന് തന്നെ നടത്തിക്കോണമെന്ന് പറയാൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അവകാശങ്ങൾ ഒന്നും അല്ലല്ലോ സുപ്രീം കോടതി തന്നെ നടത്തിക്കോണമെന്ന് പറയാൻ. അപ്പൊ സുപ്രീം കോടതിയെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് CBI ചെയ്യേണ്ടത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അല്ല, അതിലേക്ക് വരുമ്പോ എനിക്ക് പറയാനുള്ളത് CBIന്റെ ആക്സസിനെ കുറിച്ച് കൂടെ നമ്മൾ നോക്കണം. കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എത്രത്തോളം CBIക്കെതിരേക്ക് അന്വേഷണത്തിനുള്ള ആക്സസ് ഉണ്ട്, എത്ര പെട്ടെന്ന് ഈ കാര്യം അന്വേഷിച്ച് പൂർത്തിയാക്കാൻ കഴിയും, എത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, ഇതെല്ലാത്തിലേക്ക് നമ്മൾ കടക്കണം. അപ്പോഴേ നമുക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇതൊരു പ്രാഥമിക അന്വേഷണം അല്ലല്ലോ. ഇതൊരു അന്വേഷണം ഒരു കോടതി കൊടുത്തിട്ട് ഒരു കോടതി രണ്ട് കോടതികൾ പല ഘട്ടങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൽ ജുഡീഷ്യറിയെ തന്നെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ട് ജുഡീഷ്യറിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല? ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇതാണ് ജുഡീഷ്യറിയിലേക്ക് വെക്കാണ് സംഭവം. ജുഡീഷ്യറിക്ക് എന്താ ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ അഡ്വക്കേറ്റിന് എന്ന് പറ്റിയാൽ ഇന്ന് വന്നോണമെന്ന് ജുഡീഷ്യറിക്ക് പറയാൻ പറ്റുമോ? ഒരു ജഡ്ജിക്ക് കോടതിയായിട്ട് ബന്ധപ്പെട്ടവർ പറ്റിയല്ല ജഡ്ജിക്ക്. ഞങ്ങളുടെ ജഡ്ജിയില്ല. അതെ, അത് ജുഡീഷ്യറിക്ക് അല്ല പ്രൊവിഷൻ, അത് CBIക്കാണ്. ഏതാ വാദിക്കും പ്രതിക്കും വേണ്ടാത്ത കേസ് കോടതി മാറ്റിവെക്കത്തേ ഉള്ളൂ. വാദി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, പ്രതിക്ക് വേണമെങ്കിൽ എതിർഭാഗത്തിന് വേണ്ടിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ്. ഇവർ രണ്ടും കേന്ദ്ര സർക്കാരിനെ കൊണ്ടുവരുന്നുണ്ട്. മാറ്റിവെക്കും, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിനുടനെ ജുഡീഷ്യറിയെ നമ്മൾ അങ്ങനെ ഒരു എക്സ്ക്യൂസ് എടുക്കരുത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു കളിയുണ്ട്. ജുഡീഷ്യറി ഒരു തീരുമാനം കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര ബാലിശമായ വാദമാണത്. ഇത്രയും കാലമായിട്ട് നീണ്ടുകൊണ്ടിരിക്കുക. ജുഡീഷ്യറി ഒരിക്കലും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇത് വാദിയും പ്രതിയും തമ്മിലുള്ള കേസാണ്. ജുഡീഷ്യറി ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ലേ? അല്ല, ഇത് ജുഡീഷ്യറി ആയിട്ടുള്ള ഇഷ്യൂ ഒന്നും അല്ല. ഇത് മറ്റെന്തോ അന്തർധാര ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് സാധാരണ ജനത്തിന്റെ സംശയമാണ്. ശ്രീ മനു വാരപ്പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയാണല്ലോ. ഈ നവകേരള സദസ്സില് ഒരു വശത്ത് ബിഷപ്പുമാര് നവകേരള സദസ്സിൽ പോയി പങ്കെടുക്കുന്നു, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ വളരെയധികം ശ്ലാഘിച്ച് സംസാരിക്കുന്നു. എന്നാൽ മറുവശത്ത് നമുക്കറിയാം, പിന്നെ KCBCയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അത് വളരെ അധികം അതിനെ എന്താ പറയുക വളരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ആ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ KCBC ഒന്ന് പറയുന്നു, മറുവശത്ത് ബിഷപ്പുമാര് ഇതുപോലെയുള്ള സദസ്സുകളിൽ പോയി പങ്കെടുത്ത് മുഖ്യമന്ത്രിയെയും മറ്റും വളരെയധികം ശ്ലാഘിക്കുന്നു. ഈ ഒരു നിലപാടില്ലായ്മ, അല്ലെങ്കിൽ ആ നിലപാടിലെ വ്യക്തതക്കുറവ്, ഇത് സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവര് ഇതിപ്പോ ആരുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ അവരെന്ത് നിലപാടെടുക്കേണ്ടി വരും? അങ്ങനെയല്ല കാണേണ്ടത്.
കാരണം വെച്ചാൽ ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ സർക്കാർ മുഴുവനായിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അതായത് സർക്കാർ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സർക്കാർ സിസ്റ്റം സെക്രട്ടേറിയറ്റിലോ മറ്റു സംവിധാനങ്ങളിലോ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മന്ത്രിമാരനെ കാണേണ്ടതുണ്ടെങ്കിൽ അത് ബിഷപ്പാകാം, അച്ഛന്മാരാകാം, ആരുമാകാം, അവർക്ക് വന്ന് കാണുവാനായിട്ട് അന്നേരമുള്ള ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഈ സദസ്സ് മാത്രമാണ്. അവിടെ വെച്ച് കൊണ്ടുകൊണ്ട് അതിനെ നല്ലതെന്ന് പറഞ്ഞു പോകും, നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടാകാം, ഇതൊന്നും ഞാൻ പറയുന്നില്ല. അത് ആരാണ് പ്രചരിപ്പിച്ചതെന്നും കൂടെ ഓർക്കും. ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതെന്ന് പറയുന്നത് ദേശാഭിമാനിയാണ്. പാമ്പ്ലാനി പിതാവിന്റെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. പ്രചരിപ്പിച്ചത് ദേശാഭിമാനിയാണ്. അത് തീർച്ചയായിട്ടും അത് അവരവർ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടാകാം. സർക്കാർ ഇരിക്കുന്നിടത്തല്ലാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെ പോകും? ബിഷപ്പിനോ അല്ലെങ്കിൽ വൈദികർക്കോ സിസ്റ്റേഴ്സിനോ സർക്കാർ ഇരിക്കുന്നിടത്ത് പോയി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടോ? തീർച്ചയായിട്ടും പോയേ പറ്റുള്ളൂ. പക്ഷെ മീഡിയ കൗൺസിൽ പറഞ്ഞത് മറ്റൊരു വശമാണ്. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിനെ എതിർക്കുക എന്നുള്ളതല്ല. സർക്കാരിന് അവരുടെ നയങ്ങളുമായിട്ട് പരിപാടികളുമായിട്ട് പോകാം. പക്ഷെ അത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ടാവരുത്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയുമായിട്ട് ജനങ്ങളെ കാണുമ്പോഴത്തേക്കിന് ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നം, ഈ കഴിഞ്ഞ 3 ആഴ്ചയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കർഷക ആത്മഹത്യയായിരുന്നു. അത് കടം കയറിയും ജപ്തി കൊണ്ടും കാർഷിക വില തകർച്ച മൂലവും വന്യജീവി ആക്രമണം മൂലവും ഇവിടെ 3 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ആ പ്രശ്നങ്ങളെ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ റോബിൻ ബസ് പോലുള്ള, മറിയച്ചേട്ട് പോലുള്ള സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാതെ ഇതിൽ മാത്രം PR വർക്കുകൾ പോകുന്നതിനെ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. കാരണം സഭയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായി എതിർക്കുകയോ പൂർണ്ണമായി അനുകൂലിക്കുകയോ ചെയ്യേണ്ട ഒന്നുമല്ല. നല്ലത് കാണിച്ചാൽ നല്ലതെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നല്ല വശങ്ങളെ നല്ലതായിട്ട് തന്നെ പറയും, മോശം വശങ്ങളെ മോശമായിട്ട് എന്ന് പറയും. ഇത് 2 പേര് തമ്മിൽ പറഞ്ഞുകൊണ്ട് ഇത് സഭയ്ക്കുള്ളിലെ അന്തഛിദ്രങ്ങളാണ് അല്ലെങ്കിൽ തർക്കങ്ങളാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിനെയാണ് തെറ്റ് എന്ന് ഞാൻ പറയുന്നത്. ഇതിനെ 2 വശങ്ങളായിട്ട് തന്നെ കാണുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും സഭയ്ക്കുള്ളിലെ തർക്കത്തിന്റെ പ്രശ്നമല്ല ഇത്. ഈ ഒരു ഏകോപനമില്ലായ്മ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഒരു വശത്ത് സർക്കാരിനെ പുകഴ്ത്തുന്നു, മറുവശത്ത് സർക്കാരിനെ വിമർശിക്കുന്നു. രണ്ടും ഒരേ സംവിധാനത്തിന്റെ ഭാഗമല്ലേ? അല്ല, തീർച്ചയായിട്ടും ഏകോപനമില്ലായ്മയല്ല. ഒരുപക്ഷെ സഭ അതിൻ്റെ അകത്ത് PR വർക്കുകൾക്ക് പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. സോഷ്യൽ മീഡിയയുടെ കാലത്ത് കോടികൾ വെച്ച് സർക്കാർ PR വർക്കുകൾ നടത്തുന്നു, അവർ ഏകോപിച്ചു. അതിനൊരു സംവിധാനം സഭയ്ക്കില്ലായിരിക്കാം. എന്നുവെച്ചാൽ കോടികൾ മുടക്കി ഈ മുഖമെടുക്കേണ്ട ഒരു ആവശ്യം സഭയ്ക്കില്ല. അത് സാധാരണക്കാരുടെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ PR വർക്കുകൾ നടത്തുന്നവരും അവർ തങ്ങളുടേതായ രീതിയിൽ വാർത്തകളെ വളച്ചൊടിക്കുന്നവരും ഈ 2 സംവിധാനങ്ങളെയും ഒരു ഏകോപനമില്ലായ്മയായിട്ട് കാണുന്നുണ്ടാകാം. അത് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാമ്പ്ലാനി പിതാവ് പറഞ്ഞത് ഈ ജനങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ അത് അവിടെ കാണാനുള്ള അവസ്ഥയെ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നമെങ്കിലും കാണുന്നതിന് അതിനെ അംഗീകരിക്കുന്നു. മറുവശത്ത് പറഞ്ഞത് ഇതിനെ ഇങ്ങനെ അംഗീകരിക്കുമ്പോൾ പോലും ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് ഇത് ഈ PR വർക്കുകൾക്ക് വേണ്ടിയിട്ട് ദൂർത്തടിക്കുന്ന തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളീയത്തിന് വേണ്ടിയിട്ട് ദൂർത്തടിക്കുന്ന തുക എന്ന് പറയുന്നത്, അതിനു വേണ്ടിയിട്ട് പോകുമ്പോൾ ഡേ ടു ഡേ ആയിട്ട് കേരളത്തിൽ നടക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് പറയുന്നത്, ആ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റിമറിക്കുവാനായിട്ട് അല്ലെങ്കിൽ മറച്ചു വെക്കുവാനായിട്ട് ഈ നവകേരള സദസ്സിനെ മറ്റൊരു മാർഗമായിട്ട് കരുതുന്നത്, അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടണം. സമൂഹത്തിലെ നീതിയുടെ ശബ്ദം എന്ന നിലയിൽ അത് ഇന്നയാളെന്നല്ല ശബ്ദം ചോദ്യം ചെയ്യണം. അതിന് നല്ലതിനെ നല്ലതെന്ന് പറഞ്ഞു, ചീത്തതിനെ ചീത്തയെന്ന് പറഞ്ഞു. ഇതിന്റെ PR വർക്കുകളിലൂടെ ഇതിനെ ഏകോപിപ്പിക്കാൻ പറ്റിയില്ല എന്നൊരു പ്രശ്നം ഉണ്ടാകാം. അത് സഭയുടെ പ്രശ്നമായിട്ട് കരുതുന്നില്ല. കാര്യം വെച്ചാൽ ഇത് സാമൂഹിക അല്ലെങ്കിൽ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടിയിട്ട് സഭ ഇത് ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നു. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും ടി ദേവപ്രസാദ്, മിഥുൻ വിജയകുമാർ, മനു വാരപ്പള്ളി 3 പേർക്കും നന്ദി.